എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ആരുടെയും സമയം കളയുന്നില്ല. നമ്മൾ 8 മണിക്ക് തന്നെ ക്ലാസ് അല്ലെങ്കിൽ ഈ ലൈവ് തുടങ്ങുമെന്ന് പറഞ്ഞു 8 മണിക്ക് തന്നെ തുടങ്ങുകയാണ്. അപ്പം നിങ്ങളുടെ മുൻപിൽ എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കാൻ പറ്റും. ഒരുപാട് സന്തോഷത്തോടു കൂടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഞാൻ ദൈവത്തിന് ആദ്യമേ നന്ദി പറയും. കാരണം വിദ്യാവീതി 2020 മുതൽ ആരംഭിച്ച് ഇന്നുവരെ ഇത്രയും ഒരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കാണാം. നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്ന എണ്ണി നോക്കിയാൽ മതി. നമുക്ക് 207 പേര് ജയിച്ചിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1ലും 2ലും 4ലും കൂടെ കൂടി 207 പേരെ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന മാർക്ക് ലിസ്റ്റും പ്രകാരം 207 ജയിച്ച മാർക്ക് ലിസ്റ്റുകൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ചെണ്ണം അയച്ചിട്ടുണ്ട്. അത് എനിക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് താമസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ അതല്ലാതെ തന്നെ മറ്റ് 2-3 ഗ്രൂപ്പുകളിൽ നമ്മളുണ്ട്. കേട്ടറ്റിന്റെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അവരുടെ ഗ്രൂപ്പുകളിൽ നല്ല വിജയമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ സർവേശ്വരന് നന്ദി പറയുന്നു. കാരണം നമ്മൾ എപ്പോഴും ഒരു പ്രാർത്ഥനയിൽ നിന്നാണ് തുടങ്ങുന്നത്. ദൈവം നമുക്ക് തരാതെ നമുക്കൊന്നും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 100% ദൈവം തരാതെ ഇല്ലെങ്കിൽ എവിടെയോ നിങ്ങളെപ്പോലുള്ള ഇത്രയും സീനിയർ അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഒരു കേട്ടറ്റിന്റെ കോഴ്സ് നടത്തി ഇതുപോലൊരു ചെറിയ സ്ഥാപനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 389 പേരാണ് നമ്മുടെ അടുത്ത് പരീക്ഷ എഴുതുന്നത്. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ടീച്ചർമാരും കൂടെ ചേർത്തിട്ട് 390 ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. 389 പേരാണ് നമുക്ക് വേണ്ടി പരീക്ഷ എഴുതിയത്. ആ പരീക്ഷ 389 പേര് എഴുതിയതിൽ നമുക്ക് 207 പേരെ ഇപ്പം വന്ന റിസൾട്ടുകൾ കൊണ്ട് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, നിൽക്കാതെ ഇങ്ങനെ എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിച്ചപ്പോൾ കിട്ടാത്തവരുണ്ട്. നമുക്ക് ഈ കേട്ടറ്റ് പരീക്ഷ എഴുതി ജയിച്ചവരെക്കാൾ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് ഇനിയും ജയിക്കാത്തവരാ. അതിന് മുമ്പ് നിങ്ങൾ ഈ കേട്ടറ്റിന് ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. കാരണം അവർക്കാണ് സങ്കടമുള്ളവർ, പ്രത്യേകിച്ച് 89 മാർക്ക് 88 മാർക്ക് ഒക്കെ കിട്ടിയവർ. എന്തായാലും ഞാൻ ഒരുപാട് പറയുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നിങ്ങളുടെ ആ സ്നേഹത്തിന്. നിങ്ങൾ വന്നപ്പോ തന്നെ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, സാറേ ഈ കേട്ടറ്റിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോഴേ ഇതിന്റെ മാർക്ക് ലിസ്റ്റ് ആദ്യം എന്റെ വീട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് പോലും ഞാൻ സാറിനെ അയച്ചെന്ന് പറഞ്ഞു. ചിലർ എന്നോട് പറഞ്ഞു, സാറ് തന്നെ ഒന്ന് നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞു. എന്റെ തിരക്കിന്റെ ഇടയിലാണെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞവരെയൊക്കെ നോക്കിയും കൊടുത്തു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് സ്ഥാപനം എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അറിയാതിരിക്കും, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. നിങ്ങളുടെ ഒരു സ്വന്തം എന്നുള്ള തരത്തിലാണ് നമ്മളത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സർവീസിലുള്ളവർക്ക് അറിയാം. സർവീസിലുള്ളവരുടെ ആ ഒരു പരിശീലനം എത്ര കാലം നീണ്ടുപോയെന്ന് നിങ്ങൾക്കറിയാം. ഞാനത് നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ വരെ ഞാൻ ഈ ലൈവ് ക്ലാസ്സുകൾ കൃത്യമായി തന്നതിൽ എനിക്ക് നല്ല നഷ്ടം വന്നിട്ടുണ്ട്. ജയിച്ചു കഴിയുമ്പോൾ അത് നികത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഗുരുദക്ഷിണ എന്റെ ഗൂഗിൾ പേയിലേക്ക് അങ്ങ് ചെയ്തേക്കണം. അത് പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം. പിന്നെ മറന്നുപോയെന്ന് പറഞ്ഞേക്കും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും 2-3 അഡ്മിഷൻ എനിക്ക് പിടിച്ചു തരണം. നമ്മുടെ വിദ്യാവീതിനെ കുറിച്ച് നിങ്ങളാണ് ജയിച്ചവരാണ് വിദ്യാവീതിനെ കുറിച്ച് പറയാൻ അർഹതയുള്ളത്. പിന്നെ തന്നെ നമ്മൾ 207 പേര് ജയിച്ചിട്ട് നമുക്കറിയാം, വളരെ 100 പേര് താഴെയാണ് നമ്മുടെ ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതിനും സർവീസിലുള്ള ഒരുപാട് സർവീസ് ഉള്ള അധ്യാപകര് 10-15 തവണ എഴുതിയിട്ട് കിട്ടാത്തവർ നമ്മുടെ അടുത്ത് വന്ന് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു അതൊരു ഭയങ്കര ഒരു പ്രചോദനം തന്നെയാണ്. ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് വരണം. ഇനി ഞാൻ സാധാരണ ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നടത്താറ്. എന്നാലും വേണ്ടല്ലോ, ഇന്ന് പെട്ടെന്ന് തീർത്തിട്ട് വേണം പോകാൻ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങളോട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കുകയായിട്ട് 9 മണിക്ക് നമുക്ക് ക്ലാസ് തുടങ്ങും. അപ്പൊ അതിന് മുമ്പ് നിങ്ങളെ അവസാനിപ്പിച്ചിട്ട് പോകണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തായാലും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇനി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, 81 മാർക്കും 89 മാർക്കും 1-2 മാർക്കിലേക്ക് ജയിച്ചിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ പലരും പല രീതിയിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. അതായത് നമ്മൾ റെക്ടിഫൈഡ് ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ തെറ്റ് നമ്മൾ കൊടുത്ത ചോദ്യങ്ങളിൽ ഇനിയും മാറ്റം വരാനുണ്ടെങ്കിൽ, അത് അവർ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ, ആ ചോദ്യത്തിന് നമുക്ക് തിരുത്താൻ വ്യക്തമായ കാരണമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാരണങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ഇനി ആ ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഇതിനു മുൻപും ഈ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേസുകളുമായിട്ട് മുമ്പോട്ട് പോയതാണ്. അത് എന്റെ ഓരം ചേർന്ന് പ്രവർത്തിക്കുന്ന എന്റെ പ്രിയ നേതാവ്, എന്റെ ഗുരു ഈ കൂട്ടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട അജിത്ത് സാറൊക്കെ പൊരുതി നേടിയതാണ്. ഇതുപോലെ കേട്ടറ്റിന് ഒരു മാർക്ക് കുറഞ്ഞു പോയിട്ട് കോടതി കേസ് കൊടുത്ത് ആ ഒരു മാർക്ക് മേടിച്ച് ജയിച്ച ആളാണ്. അപ്പൊ പുള്ളിക്കൊക്കെ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അത് നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പോയിട്ട് കാര്യം. ഈ വിദ്യാവീതി എന്ന് പറയുന്നത് എന്റെ വിദ്യാവീതിയിലെ
ഈ പറയുന്ന പ്രിയപ്പെട്ട അഖില ടീച്ചർ, അതുപോലെ തന്നെ എന്റെ ജീന ടീച്ചർ, എന്റെ ശ്രീവിദ്യ ടീച്ചർ, ആൽബിൻ സാറ്, പിന്നെ അങ്ങനെ തുടങ്ങിയ എന്റെ ഈ പറയുന്ന ബിൻസി ടീച്ചർ, അതുപോലെ ഒരു കൂട്ട അധ്യാപകർ, ഒപ്പം ഈ പറയുന്ന നമ്മുടെ അജിത്ത് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലസ് ടീച്ചർ, ഇവരൊക്കെയാണ് ഈ വിദ്യാവീതിയുടെ മൊത്തത്തിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എല്ലാ അധ്യാപകരും ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്രാവശ്യം ഞാനൊരു ജനുവരി 4-ാം തീയതി വരെ നിങ്ങൾക്ക് അവധി ആയതുകൊണ്ട് അതിന് മുമ്പ് ഒരു ദിവസം എറണാകുളത്ത് വെച്ചിട്ട് കേട്ടറ്റ് കിട്ടിയേക്കുന്ന എല്ലാവരെയും, താല്പര്യമുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് വിളിക്കണമെന്നും, അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ പരിപാടി വെക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം എന്താ പറയുക, നിങ്ങൾ തരുന്ന ഗുരുദക്ഷിണയൊക്കെ പോലെ ഇരിക്കും അതെങ്ങനെയാന്നുള്ളത്. കാരണം നമ്മൾ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല സെറ്റപ്പിൽ വെക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പോലെ ഇരിക്കും. നമ്മുടെ വരുന്ന അഡ്മിഷനുകളും ഒക്കെ നോക്കിയിട്ടിരിക്കും. ഒരു ചെറിയ പരിപാടികൾ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ആസൂത്രണം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന് ഒരു ചെറിയ ഉപഹാരമൊക്കെ നേരിട്ട് തന്ന് നിങ്ങളെ ഒന്ന് ആദരിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. ഞങ്ങളത് നമ്മുടെ എന്താ പറയുക, ഈ അജിത്ത് സാറും ബ്ലസി ടീച്ചറും സോഫി ടീച്ചറും ഒക്കെ അതായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എനിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ടീച്ചർമാരുടെ സമയം കൂടെ നോക്കിയിട്ട് അവരെയും കൂടെ നേരിട്ട് നമുക്കൊന്ന് കിട്ടുമെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പം അങ്ങനെയുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കും. പിന്നെ നമുക്ക് ഇനി വരാനുള്ളത് വെരിഫിക്കേഷൻ ആണ്. വെരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും. വെരിഫിക്കേഷൻ രണ്ടും ഒരുമിച്ച് തന്നെ ആയിരിക്കണം എന്നില്ല, രണ്ടായിരിക്കും. കാരണം ഒന്ന് സ്പെഷ്യൽ പരീക്ഷ ആയതുകൊണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എല്ലാം വേണം. പിന്നെ അതുപോലെ ആധാർ കാർഡ്, ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വെക്കുക. നിങ്ങൾ ഏത് DOയിലാണോ പോയി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയത് ആ DOയിൽ തന്നെ പോയി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വീണ്ടും പൂർത്തിയാക്കുക. കേട്ടറ്റിന്റെ ബാക്കി സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഒരുങ്ങുക. പിന്നെ നിലവിൽ ഈ സർവീസിലുള്ളവരുടെ പരീക്ഷ ആയാലും അല്ലാത്ത പരീക്ഷ ആയാലും നമുക്കിപ്പോൾ 2 വർഷം കൂടി സുപ്രീം കോടതി കേട്ടറ്റിന് ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട് എഴുതിയെടുക്കാൻ. അതുകൊണ്ട് എല്ലാവർക്കും പരീക്ഷ ജയിച്ച എല്ലാവർക്കും A to Z നിങ്ങളുടെ ഇതുവരെയുള്ള മുഴുവൻ ഇൻക്രിമെന്റും മറ്റ് ആനുകൂല്യങ്ങൾ അനുവദിച്ചു തരണം. അപ്പൊ അതിനുള്ള നമ്മുടെ 133/2024 എന്ന് പറഞ്ഞ സർക്കാർ ഉത്തരവുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സർക്കാർ ഉത്തരവോ കാര്യങ്ങളോ വേണമെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ അജിത്ത് സാർ അക്കാര്യത്തിൽ പുലിയാണ്, സാറിന്റെ സ്കൂളിന്റെ മാനേജറൊക്കെയാണ്, സാറിനെയോ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും കിട്ടും. എന്താ പറയാ, പുള്ളിക്കാരനൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ അപ്പൊ കിട്ടേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിച്ചു തരാൻ വേണ്ടിയിട്ട് പുള്ളി എവിടം വരെ വേണം പോകും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്രിമെന്റിന്റെ ഒക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ സാറ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരും. അപ്പം എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നിങ്ങളെ ഇത്രയും നാളും കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ, അപ്പം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഒന്ന് അറിയണം. അപ്പൊ നിങ്ങൾക്ക് ഇനി പറയാനുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് ക്യാമറ ഓൺ ആക്കി പറയാം കേട്ടോ. ഇത്ര നാൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. അതുകൊണ്ടാണ് ഞാനും ക്യാമറ ഓൺ ആക്കിയത്. എനിക്ക് ഈ ക്യാമറയുടെ മുമ്പ് വരാൻ വലിയ ഒടുക്കത്തെ ഗ്ലാമർ ആയതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി മൈക്ക് ഓൺ ആക്കി പറയാം. ഇനി പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഇനി അടിച്ചിരുത്തുന്ന കാർണർ സ്വഭാവമൊക്കെ നമ്മൾ വിട്ടു കഴിഞ്ഞു. നിങ്ങളെ നമ്മൾ സ്വതന്ത്രരാക്കി വിട്ടു. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ നിലവിൽ ഇനി നിങ്ങൾക്ക് കിട്ടാത്തവരാരും പേടിക്കണ്ട. ഇതേ ആക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. ഇപ്പൊ തന്നെ അടുത്ത പരീക്ഷ വിളിക്കും. 2 ആഴ്ചക്കകത്ത് അല്ലെങ്കിൽ 3 ആഴ്ചക്കകത്ത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും. അതിനുവേണ്ടി പഠിച്ചാൽ മതി. നമ്മളിപ്പോ 12-ാം തീയതി തന്നെ പുതിയൊരു കോഴ്സ്, പുതിയൊരു ബാച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ആരംഭിക്കും. ഒരു 200-250 പേർക്ക് വേണ്ടിയിട്ട് ഉൾക്കൊള്ളാവുന്ന തരത്തിലൊരു ബാച്ച് ആരംഭിക്കും. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇതുവരെ ഇനിയും കിട്ടാത്ത ആളുകൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നാളെ മുതൽ നമ്മൾ അതിന്റെ അഡ്മിഷൻ ഓപ്പൺ ആകും. ഓക്കെ, അപ്പൊ ഒരു 200-250 പേരെ നമ്മൾ എടുക്കും. കാരണം നമുക്ക് അപ്പുറത്ത് ഇതിനു മുമ്പ് കുറെ പേര് 4 ബാച്ചുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ മുഴുവൻ ഞാനും എന്റെ ഈ 6 ടീച്ചർമാരും വെച്ചിട്ടാണ് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ കൊണ്ട് നമുക്ക് ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ കരിങ്കലെടുപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഇങ്ങനെ ഈ കുറച്ച് ആൾക്കാരെ ചേർത്ത് വെറുതെ ക്ലാസ് എടുപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് കുറുക്കി കൊള്ളാവുന്ന ക്ലാസ്സുകൾ തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പൈസ മേടിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അത്തരത്തില് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുസ്ഥാനീയൻ അജിത്ത് സാറ് ഉണ്ടോ ഇതില്? അജിത്ത് സാർ ഉണ്ടെങ്കിൽ അജിത്ത് സാറിനെ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. നമ്മളിത് കുറെ പോരാടി നേടിക്കൊണ്ട് പറയാണ്. കിട്ടാത്തവരാണ് നമ്മൾക്ക് പറയാനുള്ളത്. കിട്ടിയവരോടൊക്കെ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. കുറെ കഷ്ടപ്പെടുത്തിയേ, കുറെ നിങ്ങളെ കളിയാക്കിണ്ടാവും ആൾക്കാർ. അവരെ മുമ്പിലും പറയാ, ധൈര്യത്തോടെ നേർന്നു നിന്ന് പറയാ, എനിക്ക് കിട്ടിന്ന് പറയാം. ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. ആരെങ്കിലും മൈക്ക് ഓൺ ആക്കി പോകും, പടപെടാൻ തുടങ്ങി പോകും. അല്ല സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ സാറേ.
ക്യാമറ ഒക്കെ ഓൺ ആക്കി സെബാസ്റ്റ്യൻ സാർ. ക്യാമറ ഓണൊക്കെ സാറേ ശരിക്കും ഞാനൊരു യാത്രയിലാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. വണ്ടിക്കകത്ത് കാണുന്നില്ല. ഞാൻ ആദ്യം കയറിയില്ലെങ്കിൽ അത് വളരെ മോശമാണ്. സാറിനോടും സാറിന്റെ പ്രസ്ഥാനത്തോടും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചാടി കയറിയത്. ഓക്കെ, ഞാൻ പറഞ്ഞത് 2012 മുതൽ കേറ്ററ്റ് പരീക്ഷ ഏകദേശം കേരള ഗവൺമെന്റ് നിലവിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു 23 പരീക്ഷകൾ നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു, ഞാൻ സൈറ്റ് നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ 23 പരീക്ഷയ്ക്കകത്ത് 1, 2 വെച്ച് ഏകദേശം 46 പരീക്ഷ. 46 പരീക്ഷയിൽ ഏകദേശം ഒരു 36 പരീക്ഷ, ഇതും കൂടെ ഒരു 37 പരീക്ഷയെങ്കിലും എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ. അതിനകത്ത് 35 പരീക്ഷയ്ക്കും അടിയെ പോയെന്ന് പറഞ്ഞാൽ പല പരീക്ഷയ്ക്കും 1-2 മാർക്കിനൊക്കെയാണ് പോയത്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അതിനകത്ത് ആദ്യം തന്നെ സാറിന്റെ ഒരു എന്നാ പറയുന്നത്, സാറിന്റെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ഒരു കാര്യം, അതൊരു കാരണവശാലും എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അത് സാർ അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിനകത്തൊരു നല്ലൊരു പ്രതീക്ഷയായിരുന്നു. അപ്പൊ അത് എന്നാലും സാറിന്റെ ടീം കൂടുതൽ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ സമയം ഞാൻ കളയുന്നില്ല. എങ്കിലും ഞാൻ പറയാതെ ഇത്രയും എക്സ്പീരിയൻസ് പരീക്ഷ എഴുതിയുള്ള ഈ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറ് ലൈവ് ക്ലാസ്സുകളിലെല്ലാം പലപ്പോഴും ടീച്ചർമാർ ആൻസർ പറയുമ്പോൾ ഒക്കെ പലരും ചാടിക്കയറി ഉത്തരവൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനെല്ലാം പമ്മിയിരുന്ന് അവിടെ നിന്ന് കേൾക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതിനകത്ത് വരുന്നത്. അപ്പൊ നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നന്ദികേടായി മാറും. അതുകൊണ്ടാണ് ഞാൻ ചാടി വന്നത്. ഞാൻ സാറിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു, സാർ കണ്ടിരുന്നു, ഹായ് പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ പറയാണ്, ഇത്രയും മാർക്ക് നേടാൻ സാധിച്ചത് എനിക്ക് സ്പെഷ്യൽ എക്സാമിന് 92 ഉണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് വന്ന നോർമൽ എക്സാമിന് 96 ഉണ്ട്. അപ്പൊ രണ്ടും പറഞ്ഞ വിദ്യാഭീതിയോടുകൂടി ചേർന്ന കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു റിസൾട്ടാണ്. അത് അതിനകത്ത് ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് സാറിനോടും സാറിന്റെ ടീമിനോടും ഉള്ള നന്ദി ഒത്തിരി തീർത്താൽ തീരിയല പറയുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഒത്തിരി നന്ദി. വിജയിച്ച എല്ലാവർക്കും. പിന്നെ വിജയിക്കാത്തൊരു സാരമില്ല, 1-2 മാർക്കിനൊക്കെ ആയിരിക്കും. അത് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നോട് വിളിച്ച് പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള അടുത്ത പ്രാവശ്യം അവർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ സാറേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാഷേ, എന്റെ പേര് അനുശ്രീ. മാഷ്ക്ക് അറിയുണ്ടായിരിക്കും. ഓ പിന്നെ സാറിന് ഞാൻ പരീക്ഷയ്ക്ക് പോണെന്നൊരു മെസ്സേജ് അയച്ചിരുന്നു, പ്രാർത്ഥിക്കണേ സാറേ എന്ന് പറഞ്ഞിട്ട്. ഓർമ്മയുണ്ടാവും. കാണുന്നില്ല, മിണ്ടുന്നില്ല. കാണുന്നുണ്ട്. കാണുന്നുണ്ട് ടീച്ചറെ. കേൾക്കുന്നുണ്ട്. അപ്പൊ സാറിനോട് കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, സാറെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഈ സാറ് പറഞ്ഞ മാതിരിക്ക് എത്രയോ വർഷമായിട്ട് എഴുതുന്ന ഒരാളാണ്. 86, 89, 88 ആ ഒരു ബോർഡിൽ നിൽക്കുന്ന ആളാണ്. സന്തോഷം കൊണ്ടാണ് സാർ കരഞ്ഞു പോണത്. ഇത്രയും സന്തോഷാണ് എനിക്ക്. പ്രാവശ്യം സ്പെഷ്യലിൽ 95, മറ്റതിൽ 91. രണ്ടും എന്റെ ദൈവമുണ്ടോ, എന്റെ ഗുരുക്കന്മാരായ സാറ് മുതൽച്ച് ഇത്രയും വർഷത്തെ എനിക്ക് ഇതോടുകൂടി എനിക്കൊരു മനസ്സിലായി ദൈവമുണ്ട്. കാരണം എനിക്ക് പോലും ടെസ്റ്റ് കിട്ടി. അപ്പൊ എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ ആകെ എഴുതി വെച്ചിരുന്നൊരു സാധനമായിരുന്നു ആ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം. അത്രയും എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും ദൈവം തരാനില്ല, എല്ലാമായി. അല്ല, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഹാസപ്പെട്ടുകൊണ്ടിരുന്നത് ഇതാ. ഇപ്പൊ എല്ലാവർക്കും വേണമെന്നായി. അല്ല, എന്നോട് എന്റെ HM പോലും പറയുന്നു, നിന്റെ ഇൻക്രിമെന്റ് എന്ത് വെച്ച് ചെയ്യും, നിനക്കതിന് ടെറ്റില്ലല്ലോ, ആദ്യം ടെറ്റ് എഴുതി വാന്ന്. അതെനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഞാൻ രാത്രിയോളം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്റെ ഇത്രയും 88, 89 കാണുമ്പോ ഓരോ ദിവസം ഓരോ പ്രാവശ്യം ഞാൻ തളർന്നു പോയിരുന്നു. എന്തോ ദൈവം അതുപോലെ വിദ്യാഭീതി എല്ലാം എനിക്കറിയില്ല, എന്തൊക്കെ പറയണം എന്നുള്ളത് അറിയില്ല. നിങ്ങൾ നല്ലത് ചെയ്യുക. നമ്മുടെ ദൈവം അങ്ങനെയല്ലേ പറഞ്ഞേക്കുക, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തരും. പിന്നെ നമ്മൾ പ്രയത്നിക്കുക. വെറുതെ ഇപ്രാവശ്യം നിങ്ങൾ ആരും പ്രയത്നിക്കാതെ പോയി കറക്കി കുത്തിയിട്ടൊന്നുമില്ലല്ലോ. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് എത്ര നാള് നമ്മൾ ക്ലാസ് നടത്തി. അപ്പൊ അത്രയും നാളും ക്ലാസ്സുകൾ വിടാതെ ആ നോട്ടുകൾ വിടാതെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കഴിവും ദൈവത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രവൃത്തി, അതോടുകൂടി നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരിക്കലും എളുപ്പ വഴികളിലൂടെ പോവോ കുറുക്കു വഴികളിലൂടെ പോവോ കാശ് കൊടുത്തോ മേടിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല ഇത്. അത് നമുക്ക് ഉറപ്പായി. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമ്മളെ കളിയാക്കേക്കുന്നവർക്കൊക്കെ ഇപ്പൊ എന്ത് പറ്റി? അതാണ് അവർക്ക് ഇനി ഒന്നും പറയാൻ,
അത് പറയണ്ട, അത് അല്ല, പറയണ്ട. ദൈവം തന്നപ്പോൾ രണ്ടും കൂടി ഒപ്പം തന്നു എന്നുള്ളതാണ്. എനിക്ക് ഇരട്ട കുട്ടികളാണ്. എന്റെ ഒരു കുട്ടി പോയിട്ട് എനിക്ക് 2 കുട്ടികളെ എന്റെ ദൈവം തന്നു. അതുപോലെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് 2 തെറ്റും ഒപ്പം കിട്ടി. അതാണ് തന്നപ്പോൾ ദൈവം എല്ലാം ഡബിൾ ആയിട്ട് തന്നു. പോയിട്ട് ലോട്ടറിയും കൂടെ എടുത്തോ, ചിലപ്പോ അത് ലോട്ടറി അടിച്ചാൽ ചിലപ്പോ ഇപ്രാവശ്യം കിട്ടും. ഇനി ലോട്ടറി വേണ്ട, പാവങ്ങൾക്ക് കിട്ടിക്കോട്ടെ. അതെ, ആ നല്ല മനസ്സിനാണ് നന്ദി. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. ഹലോ സാർ. പറഞ്ഞോ ഷീജ ടീച്ചറെ. സാറ് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഇലക്ഷൻ വർക്കിലായിരുന്നു, ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. എനിക്കറിയാം. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഇതാരും ഇല്ലേന്ന് ഒരു സാറിന്റെ ചോദ്യം കണ്ടപ്പോ പെട്ടെന്ന് അയ്യോ ഇപ്പൊ ലൈവ് ഉണ്ടോന്ന് അങ്ങനെ ഓടി വന്ന് കയറിയതാണ്. അപ്പൊ തകൃതിയായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടായി. അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു അവസരവും കിട്ടി. അപ്പം പിന്നെ ഇത് അതിന്റെ ഇടയ്ക്കായിരുന്നു ഇന്നത്തെ റിസൾട്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു കപ്പേളയുണ്ട്. അവിടെ കഴിഞ്ഞ പെരുന്നാളിന് എൻ്റെ ഹസ്ബൻഡ് ഈ നിയോഗം വെച്ചാണ് പ്രസിദ്ധീയായത്. ഇന്ന് അവിടുത്തെ പെരുന്നാളായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ റിസൾട്ടും വന്നു. ഫ്രാൻസിസ് അസീസിയുടെ ഇതാണ്, കുരിശടിയാണ് അവിടുത്തെ. അതുപോലെ തന്നെ ഇന്നിപ്പം ഹസ്ബൻഡ് പറയുകയും ചെയ്തു, ദൈവമേ ഇന്ന് പെരുന്നാളിന്റെ ദിവസം തന്നെ നിനക്ക് ഇത് വന്നല്ലോ, എന്താണ് അതൊക്കെ ഭയങ്കര ഒരു പവർഫുൾ ആണല്ലോ എന്ന് പറയുകയായിരുന്നു. അപ്പൊ ഇന്നപോലെ 89 ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെയും എവിടെയും കോച്ചിങ്ങിനൊന്നും ചേർന്നിട്ടില്ല. പക്ഷെ സാറ് എപ്പോഴും ക്ലാസ് ഇങ്ങനെ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോഴേക്കും ഞാൻ അതെല്ലാം കാണുമായിരുന്നു. എന്നാലും അങ്ങനെ മെനക്കെട്ടിരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കറക്കിക്കുത്തല് പരിപാടിയായിരുന്നു. എന്നാലും 88, 89 എപ്പോഴും വരുമായിരുന്നു. സാറ് മറ്റേ കേസിൻ്റെ അകത്ത് കൊടുക്കാനുള്ള അതിനകത്തും ഞാൻ ഒരാളാണ്. അപ്പോൾ എന്നാലും ഇപ്രാവശ്യത്തെ ഇതിന് ഓൺലൈൻ എന്താണേലും ചേരണമെന്ന് പറഞ്ഞ് വാശിയോടെ തന്നെ ബാക്കി എല്ലാ പരിപാടിയും ആ 1 മാസത്തേക്ക് മാറ്റിവെച്ച് ഇതിനു വേണ്ടി പിള്ളേർ 2 കൊച്ചു പിള്ളേരാണ്, ഒരാൾ 3-ലും ഒരാൾ 5-ലുമാണ്. അവരോട് പറഞ്ഞ് ഈ 1 മാസം അമ്മയെ ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിടിച്ചുപിടിയാലെ ഇരുന്ന് പഠിച്ചതാണ്. 101 മാർക്കുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവരും കയ്യാലപ്പുറത്തെങ്കിന്ന തേങ്ങ എന്ന് പറഞ്ഞ പോലെ നിന്നതാണ്. പക്ഷെ എന്നാലും ഇപ്പൊ നടക്കാൻ പോകുന്ന അടുത്ത ഒരു വിജയത്തിന്റെ മുന്നോടിയായിട്ട് ഒരു വിജയം ആദ്യം കിട്ടി. ഈ വിജയമായിരുന്നു ഏറ്റവും വലിയ വിജയം എന്നോർത്ത് വിശ്വസിക്കുന്നു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് സാർ, ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. അത് സാറ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എല്ലാ ദിവസവും രാത്രിയാണേലും ആ ടോപ്പിക്ക് തീർത്തിട്ടേ കിടക്കത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നു. പിന്നെ എല്ലാം റിവൈസ് ചെയ്യുമായിരുന്നു. പിന്നെ ഇംഗ്ലീഷും ഒക്കെ ആണേലും ഞാൻ മലയാളമാണ്, HSA മലയാളമാണ്. എന്നാൽ പോലും എല്ലാ വിഷയത്തെയും കൂടുതൽ ഇഷ്ടപ്പെടാനും പിന്നെ സോഷ്യൽ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. സോഷ്യൽ സയൻസും ഒക്കെ അങ്ങനെ മറ്റേ മാത്സ് എപ്പോഴും ചെയ്യുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ടൈമിങ്ങിൻ്റെ പ്രശ്നം കാരണം ഞാൻ മാത്സ് മാറ്റി സോഷ്യൽ 2 പരീക്ഷ സോഷ്യൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ സോഷ്യൽ അറ്റൻഡ് ചെയ്തതോ അതൊക്കെ ഓരോന്ന് ദൈവം തോന്നിക്കുന്നതാണെന്ന് തോന്നുന്നു. എപ്പോഴും സയൻസ് മാത്സും ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മാത്സിന് എനിക്ക് കുറച്ച് സമയം പോകും. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മാറ്റി പിടിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഒത്തിരി നന്ദിയുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. ഒത്തിരി നന്ദി സാറിനോടും ആ ടീമും വിദ്യാവിധി ടീമിനോടും ഒത്തിരി നന്ദി പറയും. അപ്പം എന്താണേലും ടീച്ചറിനോടും എനിക്ക് പറയാനുള്ളത്, ഇത്രയും ദൈവം തന്നെങ്കിൽ ഇപ്രാവശ്യം ടീച്ചർ തന്നെ ജയിക്കും. 100% വാക്ക് കേട്ടോ. അടിപൊളിയായിട്ട് ജയിക്കട്ടെ. ജയിച്ചു കഴിയുമ്പോൾ അതിന്റെ ചെലവ് ലഡു ഒക്കെ ആയിട്ട് വരണം കേട്ടോ. അതെ തീർച്ചയായും തീർച്ചയായും സാർ, തീർച്ചയായും. ഓക്കെ, താങ്ക് യു. മാഷേ കിട്ടി. അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ അമ്പലത്തിൽ പോന്നിട്ട് പോലുമില്ല, ഇപ്പോഴിവിടെ ഇരിക്കുക. സാറില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ദൈവത്തിന്റെ നട എന്ന് പറയുക, സാറില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും നടക്കൂലായിരുന്നു. കാര്യം ഞാൻ 2022 മുതൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ സാറിന്റെ തൊടുപുഴ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം സാറിന്റെ ക്ലാസ് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിലൊന്നും എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്രാവശ്യം കഠിനമായിട്ട് ഞാനങ്ങ് പിടിച്ചങ്ങ് നിന്ന് കിട്ടി, ബോധിച്ചു. 98 മാർക്ക്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല, 82 മതിയായിരുന്നു. പക്ഷെ 98 കിട്ടിയപ്പോൾ എന്റെ കിളിയാകെ പറഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷം.
ഒരുപാട് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശിന്റെ വീട്ടില് കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ആദർശിന്റെ സങ്കടം ഇനി എനിക്ക് കേൾക്കണ്ടല്ലോ. ഇല്ല, ആദർശ് 2, 3, 4, 5 മിനിറ്റുള്ള വോയിസ് മെസ്സേജുകളായിരുന്നു എനിക്ക് അയച്ചുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും ആ സങ്കടത്തിൽ നിന്ന് എനിക്കൊരു മുക്തി കിട്ടും എന്നുള്ളത് ഞാനും തമ്പുരാനോട് നന്ദി പറയും. അതൊന്നും കിട്ടില്ല. ഇനി എൽപിയുടെ ക്ലാസ്സും കൂടി സാർ എടുത്തു തരണം. ഒഴിവാക്കി ആദർശിനെ ഞാൻ ഒഴിവാക്കി. ഞാൻ വിടില്ല. എനിവേ താങ്ക് യു സാർ. സന്തോഷം ആദർശ്. അച്ഛനോടും അമ്മയോടും പറ കേട്ടോ. അച്ഛന്റെ സങ്കടമൊക്കെ മാറിയല്ലോ. ശരി, താങ്ക് യു സാർ. എന്റെ മോനും കഴിവുള്ളവനാണെന്ന് മനസ്സിലായില്ലേ? മോൻ ഒരു തവണ കഴിവ് തെളിയിച്ചു. അടുത്തുള്ള സാഹചര്യമൊക്കെ ഒത്തു. ബാക്കി കാര്യങ്ങൾ ടപ്പേന്നാക്കാൻ പറ. അതെല്ലാം ഇനി ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ എല്ലാം സെറ്റ് ആവട്ടെ. അതെ അതെ അതെ, ഇത് യൂട്യൂബിൽ ഇട്ടേക്കാം. അപ്പൊ ആദർശിന് പറ്റുന്ന ഒരു പ്രതിശുദ്ധ വധുവിനെ യൂട്യൂബിൽ നിന്നും കൂടെ കിട്ടട്ടെ. ശരി, ആയിക്കോട്ടെ. താങ്ക് യു സാർ. ഞാൻ ചിത്ര ടീച്ചറാണ്. പറഞ്ഞോ ചിത്ര ടീച്ചറെ. ചിത്ര ടീച്ചർ നമ്മുടെ അനുദ്രേശ ടീച്ചറിന്റെ ഒക്കെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരാ, മുമ്പത്തെ മെമ്പർ. ഒത്തിരി സന്തോഷം. ആദ്യം നന്ദി പറയട്ടെ, ഒരുപാട് നന്ദിയുണ്ട്. ഞാന് വിദ്യാവീതിയുടെ ഒരു 4-5 കൊല്ലായിട്ട് 4-5 കൊല്ലായിട്ട് സ്ഥിരമായിട്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാളാണ്. എല്ലാ കൊല്ലവും അങ്ങനെ അജിത് സാറിന്റെ പറഞ്ഞു, ഇപ്രാവശ്യം ടീച്ചർ എനിക്ക് ഇത്ര ഫീസ് തന്നാ മതി, ബാക്കി ടെറ്റ് കിട്ടിയിട്ട് ആ ഫീസ് തന്നാ മതി എന്ന് പറഞ്ഞു. എന്നോട് ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? ഞാൻ എന്നാ സാറേ ക്ലാസ് തുടങ്ങാന്ന് വെച്ച് വിളിച്ചപ്പോ. അപ്പോ ഞാൻ എന്നാലും എനിക്ക് ഞാൻ വിദ്യാവീതി തന്നെ ഉറച്ചു നിൽക്കാനൊരു കാര്യം എനിക്കുണ്ട്. കാരണം ഒരിക്കലും വിദ്യാവീത ക്ലാസിന്റെ മോശം കൊണ്ടല്ല എനിക്ക് ടെറ്റ് കിട്ടാതിരുന്നത് എന്ന് എനിക്ക് 100% ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ വേണ്ടത്ര രീതിയിൽ ആദ്യം ഒന്നും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിരുന്നില്ല, പഠിച്ചിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ടെറ്റ് കിട്ടാതിരുന്നത്. എനിക്ക് ക്ലാസ്സിൽ ഞാൻ പൂർണ്ണ തൃപ്തിയായിരുന്നു. ഞാനിപ്പോ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സിന് മൊത്തം, സാറിനെ വിളിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര്, ഞാൻ നമ്പർ കൊടുത്തിരുന്നു. അവര് ഒരുപാട് പേര് ടെറ്റ് കിട്ടാനുള്ളവരാണ്, ഇനി ടെറ്റ് വേണമെന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ളവരാ. അപ്പൊ ഞാൻ ഒരുപാട് പേർക്ക് സാറിന്റെ നമ്പർ കൊടുത്തിരുന്നു. അപ്പോ അത്രയും എനിക്ക് തൃപ്തിയാണ് ആ ക്ലാസ്സിൽ. പിന്നെ സാറിന്റെ വാക്കുകള്, പ്രചോദനമായിട്ടുള്ള ആ വാക്കുകൾ, ഞാൻ പരീക്ഷ എഴുതാൻ പോണേ അന്ന് തലേ ദിവസം രാത്രിയും കൂടി ഞാൻ സാറിന് മെസ്സേജ് അയച്ചപ്പോ എന്നോട് തിരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ടീച്ചർക്ക് ഇത്തവണ എന്തായാലും ടെറ്റ് കിട്ടും, ഉറപ്പാണ് അത് കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. പിന്നെ കമ്പ്യൂട്ടർ ലീവ് എടുത്തിട്ട് ഞാൻ മെനക്കെട്ടിരുന്ന് പഠിച്ചു. ഈ ഒരു ടെറ്റിന് മാത്രമേ ഞാൻ അപേക്ഷിച്ചിട്ടുള്ളൂ. ഈ ഒരു ടെറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് കരുതി ഞാൻ ഈ സ്പെഷ്യൽ ടെറ്റിന്. ടീച്ചറിന്റെ നെറ്റ്വർക്ക് പോയെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നില്ല. ചിത്ര ടീച്ചറെ ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാ അധ്യാപകരോടും ഒത്തിരി നന്ദി. ഞാൻ ഒരൊറ്റ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരുന്നുള്ളൂ, സ്പെഷ്യൽ ടെറ്റിന് മാത്രം. അത് കിട്ടണം എന്ന് വിചാരിച്ച് കമ്പ്യൂട്ടർ ലീവ് എടുത്തിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിരുന്നു. പിന്നെ സാറിന്റെ മാത്സ് ക്ലാസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒരുപാട് ഉപകാരമായിരുന്നു. അതിലെ ഓരോ ടിപ്സും പറഞ്ഞു തന്നത്. എനിക്ക് നല്ല ടഫാണ് മാത്സ്, അപ്പൊ അത് ഒരുപാട് ഉപകാരമായിരുന്നു. അപ്പോൾ വിദ്യാവീതിയിലെ എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് അജിത് സാറിന് ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. അല്ല, ചിത്ര ടീച്ചറോട് അപ്പൊ പിന്നെ ഇനി എന്റെ ഗുരുദക്ഷിണ. തീർച്ചയായും ഗുരുദക്ഷിണ ഞാൻ എന്തായാലും ഗുരുദക്ഷിണ എല്ലാരോടും പറഞ്ഞാൽ എല്ലാരും മെസ്സേജ് അയച്ചു കഴിയുമ്പോഴത്തേക്കും ഗുരുദക്ഷിണ. തീർച്ചയായും സാറ് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വയ്ക്കുന്നുണ്ട് എന്ന്, അന്ന് ഞങ്ങൾ എന്തായാലും വരും. ഞാൻ അത് ഉറപ്പ് പറയാൻ പറ്റില്ല ടീച്ചറെ. കാരണം എന്താ പറയുക, നമുക്ക് പലയിടത്തുള്ളവരായതുകൊണ്ട് നമുക്ക് അത് നമ്മൾ നോക്കിയിട്ടേ ചെയ്യുള്ളൂ ടീച്ചറെ. ഉണ്ടെങ്കിൽ നിങ്ങളോട് ഉറപ്പായിട്ടും പറയും. ഓക്കെ, അത് എത്ര ദൂരെ ആണെങ്കിലും ഞാൻ വരും സാർ, എവിടെ വെക്കാണെങ്കിലും. ആയിക്കോട്ടെ. അല്ല, നമ്മൾ അന്ന് കോഴിക്കോട് വെച്ച് കണ്ടതല്ലേ? ഉണ്ട്. ഞാൻ കോഴിക്കോട് വന്നിരുന്നു, കേസിന്റെ ഇതില് ഉണ്ടല്ലോ, കക്ഷി ചേർന്നതാണ്. ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ സ്റ്റാറ്റസ് പോവാം. സാറേ പറഞ്ഞോ ടീച്ചറെ. റീനു ടീച്ചറാണ്. അറിയാലോ, റീനു ടീച്ചറും ചിത്ര ടീച്ചറും ഒക്കെ ഒരുമിച്ചുള്ളവരാ. സാറിനറിയാം, കൊറേ വിഷമിച്ചിട്ടുണ്ട് ജീവിതത്തില്. ഒരു കാര്യത്തിനും ഇത്രയധികം ടെൻഷൻ അടിച്ചിട്ടില്ല. അപ്പൊ വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ
സാറിന്റെ ഒരു ഇടപെടല് വളരെയധികം ഇതിലെ സ്വാധീനിച്ചിട്ടുണ്ട്. സാറിന്റെ മാത്സ് ക്ലാസ് വളരെ എനിക്കൊക്കെ മാത്സ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ വളരെ സിമ്പിളായ രീതിയിൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ സാറ് മാത്സ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും. അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇപ്പൊ സ്കൂളിലായാലും ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിനും ഇപ്പൊ വേണമല്ലോ. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ സാറിന്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ പറഞ്ഞാൽ തീരാത്ത എത്ര നന്ദിയുണ്ട് സാറ്. താങ്ക് യു വെരി മച്ച്. സാറേ, നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കി വിടണം എന്നുള്ള എന്റെ ആഗ്രഹമാണ്. നിങ്ങളെ ഓരോരുത്തരെ ഒഴിവാക്കി വിട്ടിട്ടാണ് ഈ പുതിയ പുതിയ കേസുകൾ പിടിക്കാൻ. അതെ അതെ അതെ. സാറിന്റെ ആ പ്രചോദനം, സാറ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഓരോ മെസ്സേജ് ഇടുമ്പോഴും സാറ് തരുന്ന ഒരു ധൈര്യം ഒക്കെ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ്. ഈ അജിത്ത് സാറ് എന്റെ കൂടെയുള്ള അജിത്ത് സാറും അതുപോലെയുള്ള എന്റെ കൂട്ടത്തിലുള്ള മറ്റേ വക്കീലന്മാരെല്ലാം പറയും, നീ എവിടെ നിന്നാടാ ഈ ഏണിയെല്ലാം പിടിച്ചോണ്ട് വരുന്നത്? നിങ്ങളെ ഓരോ ഏണി ഒഴിവാക്കിയിട്ട് വേണം പുതിയ പിടിക്കാൻ. എന്തായാലും കേസ് കൊടുത്തതിൽ നിന്ന് കുറച്ചു പേരൊക്കെ ഊരിപ്പോരാൻ പറ്റുന്നു, അല്ല ഒഴിവാക്കാൻ പറ്റൂല. 50% പേര് ഊരിപ്പോന്നു. 50% പേര്. കുറെ പേര് ജയിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ആ ബാക്കിയുള്ളവരെ ഞാൻ എങ്ങനെയല്ലേ, നമ്മളിപ്പോ അത് ചെന്ന് സുപ്രീം കോടതി വരെ എത്തി. ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 12-ാം തീയതി പരിഗണിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അതെ അല്ലെ. എന്തെങ്കിലും കേസ് ജയിക്കോ? എങ്ങനെയാ? ജയിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മള് കൊടുത്ത? അതിന്റെ ചോദ്യമാണ് അത്. അതെ അല്ല, സാറിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ന്യായമായ റീസൺ പോരാൻ പറ്റില്ലല്ലോ നമുക്ക്. അല്ല, നമുക്ക് എല്ലാരും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേസിന്റെ ആവശ്യമില്ല. നമുക്ക് ആ 41 പേർക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ കേസ്. അപ്പൊ ആ 41 പേർക്ക് കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ അകത്ത് 3 പേർക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 20 പേർക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചു പേരൊക്കെ തല ഊരി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം. നമുക്ക് പക്ഷെ കേസ് ജയിപ്പിച്ചായിരുന്നു നിങ്ങളെ ഇച്ചിരി ചില്ലറ മേടിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഞങ്ങളെ അല്ല, നമ്മളിത് 1-2 മാർക്കിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടില് അവസാന കൈ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേസിലാണെങ്കിൽ കേസാണെങ്കിൽ കേസ്, പൈസ പോയാലും വേണ്ടില്ല, അതിൽ ജയിച്ച് കടന്നു കിട്ടട്ടെ എന്ന് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിച്ചു. വളരെ സന്തോഷം സാറേ. താങ്ക് യു. സാറേ 3 പേര് ഒരുമിച്ച്. അനുരാഗ ടീച്ചറെ കിട്ടിയോ? കിട്ടി. അനുരാഗ ടീച്ചറിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ ഇതുപോലെ ഈ പ്രാവശ്യം കിട്ടും, ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം അനുരാഗ ടീച്ചർ ഒന്ന് കാണട്ടെ. ക്യാമറ ഓണാക്ക് സാറേ, കുറച്ച് കഴിയട്ടെ. ഞാൻ ഇച്ചിരി തിരക്കില്ല. നമസ്കാരം. എന്തോ പറഞ്ഞോ? രാഹുലായിരുന്നു അജിത് സാറേ. പറഞ്ഞോ സാറേ. നന്ദി സാർ. പ്രത്യേകിച്ച് അജിത് സാറിന് നന്ദി പറയാണ്, പ്രത്യേകിച്ച് വിദ്യാവേദി. അപ്പൊ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വിദ്യാവേദിയിൽ ജോയിൻ ചെയ്തത്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കിനാണ് എനിക്ക് പോയത്. ആ സമയത്ത് ഈ പ്രാവശ്യം ജോയിൻ ചെയ്ത സമയത്ത് അജിത് സാറിനോട് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതിയത്. ആ പോകുന്ന സമയത്ത് എന്താണ് 1-2 മാർക്കിനായിരുന്നു എനിക്ക് പോകുന്നത്. 88-89 റേഞ്ചിലായിരുന്നു നിന്നത്. അപ്പൊ ഇപ്രാവശ്യം എനിക്ക് ആദ്യം തന്നെ വിദ്യാവേദി ടീച്ചേഴ്സ്, അവരുടെ ഡെഡിക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മലയാളത്തിന്റെ രേവതി ടീച്ചർ, കൂടാതെ ആൽബിൻ സാറ്, ബിൻസെറ്റ് ടീച്ചർ, അൽഫോൺസ ടീച്ചർ. ഞാൻ സോഷ്യലായിരുന്നു എടുത്തത്. അൽഫോൺസ ടീച്ചർ. ഞാൻ സോഷ്യൽ സയൻസിന്റെ അജിത് സാർ എപ്പോഴും പറയും സോഷ്യൽ സയൻസിന് കുറച്ച് ആൾക്കാരെ നിർബന്ധമായിട്ട് പങ്കെടുക്കും. ഞാൻ നിർബന്ധമായിട്ടും എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുകയായിരുന്നു. അൽഫോൺസ ടീച്ചർ സംശയങ്ങൾ ചോദിക്കുകയായിരുന്നു. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് സോഷ്യൽ സയൻസിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ ബിൻസെറ്റ് ടീച്ചറുടെ ക്ലാസ്സും ആൽബിൻ സാറിന്റെ ക്ലാസ്സും പറയാൻ പറ്റാത്ത രീതിയിൽ, ഞാൻ ഇംഗ്ലീഷ് എങ്ങനെയാണെങ്കിൽ എടുക്കുന്നെങ്കിലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനിപ്പോ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സോട് ഞാൻ പറയാറുണ്ട്, വിദ്യാവേദിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സാറേ, പരമാവധി എന്താണ് അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാലും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. വിദ്യാവേദിയുടെ ഡെഡിക്കേഷൻ, അവിടെയുള്ള ടീച്ചേഴ്സിന്റെ ഡെഡിക്കേഷൻ, പ്രത്യേകിച്ച് അജിത് സാറിന്റെ വാക്കുകൾ ആദ്യം കേൾക്കുന്ന സമയത്ത് ഒരു പേടി തോന്നുന്നു. എങ്ങനെയെങ്കിലും പഠിച്ചു പോകും. നമ്മളൊരു പേടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ആ തോന്നലുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് അജിത് സാറിന്റെ വാക്കുകള്. അതിൽ നമ്മൾ ആദ്യം വിചാരിക്കും എന്തിനാ ഇത്ര ചൂടായി പറയുന്നത്. പക്ഷേ സാറിന്റെ ആ വാക്കുകൊണ്ട് തന്നെയാണ് വിദ്യാവേദി ഇങ്ങനെ റിസൾട്ട് കിട്ടിയത്. പ്രത്യേകിച്ച് എനിക്ക്, കാരണം ഇപ്രാവശ്യം
കിട്ടുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അജിത് സാറിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ. അതുകൊണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് അജിത് സാറിനും വിദ്യാവേദിനോടും നന്ദി നന്ദി നന്ദി. താങ്ക് യു സാറേ, താങ്ക് യു. ദൈവത്തിന് നന്ദി പറയാം. കാരണം എന്താണെന്നറിയോ, 207 പേരാ ജയിച്ചത്. ഞാനും ആകെ ഇങ്ങനെ പറഞ്ഞിട്ട് അന്താളിച്ച് നിൽക്കുക. കാരണം നമ്മളെ പോലെ ഒരാളെ കൊണ്ട്, ഈ കണ്ടാവ് പൊട്ടന്റെ ലുക്കാണെങ്കിലും നമ്മളെ പോലെ ഒരാളെ കൊണ്ട് ഈ 207 പേരെ ഒറ്റ പരീക്ഷയ്ക്ക്, അതും കേരളത്തിൽ ഈ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം എഴുതുന്ന ഒരു പരീക്ഷ, ജയിക്കുന്ന പരീക്ഷയാണ്. അപ്പൊ ആ പരീക്ഷയിൽ നമുക്ക് ജയിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ നമ്മുടെ പേര് പറയുന്നുണ്ടല്ലോ, വിദ്യാവീതി, അതിൻ്റെ അകത്തൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതിന് സർവേശ്വരനോട് നന്ദി പറയും. ഹലോ സാറേ, ടീച്ചറാണേ. പറഞ്ഞു നിഷ ടീച്ചർ. സാറിന് ഞാൻ റിസൾട്ട് അറിഞ്ഞ ഉടനെ ഞാൻ സാറിനെ വിളിച്ചു. എന്റെ ഈ വിജയം സത്യം പറഞ്ഞ സാറേ, ഞാൻ സർക്കാർ ഏർപ്പെടുത്തിയ അന്ന് മുതൽ തന്നെ എഴുതാൻ തുടങ്ങി. എഴുതി മടുത്തു. ഞാൻ എഴുതിയതിന് കയ്യും കണക്കുമില്ല. സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞ പോലെ എല്ലാ വർഷവും 2 മാർക്ക് 1 മാർക്കിനെല്ലാം തോറ്റുപോകും. അപ്പൊ ആരെവിടെ വെച്ച് കണ്ടാലും ചോദിക്കുന്ന കേട്ടിട്ട് കിട്ടിയോ എന്ന്. അപ്പൊ ആ നിരാശയോടുള്ള എന്റെ സംസാരം, എനിക്ക് അതിനിപ്പോ ഒരു പര്യവസാനമായി സാറേ. എത്ര പറഞ്ഞാലും സാറിനോടും ടീമിനോടുള്ള നന്ദി. എന്റെ 4 വയസ്സുള്ള എന്റെ മോള് വരെ സാറിന്റെ ഓൺലൈൻ ക്ലാസ്സിലുള്ളപ്പോ, അമ്മ ഇന്ന് അജാസ് സാറിന്റെ ക്ലാസ് ഇല്ലേന്ന് ചോദിക്കും. എന്റെ ഹസ്ബൻഡ് കൂടെ വരും, ഹസ്ബൻഡ് കൂടെ വന്നാണ് ക്ലാസ് കാണുന്നത്. അപ്പൊ സാറിന്റെ ഹസ്ബൻഡ് ഒന്നും പറയും, എത്ര എഫേർട്ട് എടുത്താടി സാർ ക്ലാസ് എടുക്കുന്നതെന്ന്. ഞാൻ മാത്സിന് കുറച്ച് മുൻപോട്ടാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വിഷയം മാത്സ് ആണ്. പക്ഷെ എന്നാ പോലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഇന്നത്തെ ദിവസം എന്റെ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ മനസ്സ്, ഞാൻ എവിടെ ആരോട് കണ്ടാലും വിദ്യാവീതി അതേ പറയത്തുള്ളൂ, അവിടെ ചേരണം, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. എന്റെ ഫാമിലിയിൽ അതുപോലെ സപ്പോർട്ടാണ്. ഞങ്ങൾ ഓരോ റിസൾട്ട് ഞാൻ ഹസ്ബൻഡ് ഒന്നിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ തോറ്റുപോയാലോ ഒരിക്കലും എന്നെ വഴക്ക് പറയില്ല. ദൈവം എന്തെങ്കിലും തരുവോടി എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തരുന്ന എന്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡിന്റെ പപ്പായും അമ്മയും. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ മോളെ മാറ്റിക്കൊണ്ട് പോയി എനിക്ക് ക്ലാസ്സിനുള്ള അവസരം ഒരുക്കി തന്ന് അങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഫാമിലിയാണ്. പക്ഷെ ഇന്ന് ആ റിസൾട്ട് നോക്കിയപ്പം എനിക്ക് പറയാൻ വയ്യുന്നു സാർ, അതുപോലെയാണ് സന്തോഷം. കാരണം സർവീസിലുണ്ട്, ഇൻക്രിമെന്റ് ഇല്ല, ഗ്രേഡ് ഇല്ല, 12 വർഷം ആകാറായി സർവീസിൽ കയറിയിട്ട്. അങ്ങനെ ഒരു ജീവിതം ഇന്നത്തെ ദിവസം. സാറിനും സാറിന്റെ അധ്യാപകർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സാറിന്റെ ആ ഒരു വലിയ എഫേർട്ട്, സാറിന്റെ ഈ സ്ഥാപനം ഏറ്റവും പേര് കേൾക്കത്തക്ക രീതിയിൽ ഉയർന്നു വരാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയൊന്നും വാക്കുകൾ പറഞ്ഞാൽ മതിയാവത്തില്ല. എന്നാലും സാറേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. എന്തോ ഷീജ ടീച്ചർ കുറെ നേരമായി പറയാൻ ശ്രമിക്കുന്നു. ഷീജ ടീച്ചർ നമുക്കൊരു അവസരം കൊടുക്കാം. ആരെങ്കിലും വരുന്നുണ്ട്? അതെ, പറഞ്ഞോ ഷീജ ടീച്ചർ. ഷീജ ടീച്ചറിന് ഞാൻ അവസരം തന്നില്ല. ഞാനിത് ആദ്യമായിട്ടായിരുന്നു സാർ വിദ്യാവീതിയുടെ കോഴ്സിലാണ് കയറുന്നത്. ഇവിടെ 2019 മുതൽ ഞാൻ സർവീസിൽ കയറി അന്ന് മുതൽ ഈ ടെസ്റ്റ് എഴുതി തുടങ്ങിയതാണ്. 19 മുതൽ വിളിക്കുന്ന എല്ലാ ടെസ്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല, വർഷത്തിൽ 2 3 ഒക്കെ വിളിച്ചിട്ടുണ്ട്, എല്ലാം അറ്റൻഡ് ചെയ്യും. പക്ഷേ കിട്ടത്തില്ല. എനിക്ക് കിട്ടുന്നത്, ഞാൻ ആദ്യം മുതൽ 72 74 ഇടയ്ക്കാണ് എന്റെ മാർക്ക് കിട്ടുന്നത്. പിന്നെ എന്റെ സ്കൂളിൽ നിന്ന് തന്നെ ഒരു സാറ് കൂടെ നല്ല സപ്പോർട്ടായിരുന്നു. സാറാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തായാലും എവിടെയെങ്കിലും ഒരു കോഴ്സിന് ചേർന്ന് ഒന്ന് ടെസ്റ്റ് എഴുതാന്നാലേ കിട്ടൂ, ഇത്രയും ഇതായില്ലേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ സാറിന്റെ ഏതോ ഒരു ഗ്രൂപ്പിൽ വന്നത് ശതമാനം കാണുക എന്നൊരു ക്ലാസ് കണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടതിന്റെ ഈ മാത്സ് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഞാൻ സാറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ സാറിന് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. ഞാൻ ക്ലാസ്സിൽ കയറുന്നത് ഏപ്രിൽ 1 ഹലോ, കേക്കാമോ സാർ? കേൾക്കുന്നുണ്ട്. സാറിന് എന്നെ ഓർമ്മയുണ്ടാവും. ഞാൻ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഫോണിൽ എന്റെ സാറിന്റെ ഗ്രൂപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ മാറ്റിയിട്ട് വീണ്ടും അതിന്റെ ഇത് കയറാൻ വേണ്ടിയിട്ടുള്ളത് ചോദിച്ചായിരുന്നു. സാറ് ചോദിക്കുന്നത് കോഴ്സിന് വേണ്ടിയിട്ട് പുതിയ ഫോണൊക്കെ മേടിച്ചു തന്നു. ഓർക്കുന്നുണ്ട്. എനിക്ക് ഈ പ്രാവശ്യം സ്പെഷ്യലും കിട്ടിയായിരുന്നു, ജനറലും കിട്ടിയായിരുന്നു. എനിക്ക് സന്തോഷം. ഇങ്ങനെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ഷോസ് എല്ലാം പിടിച്ചിരിക്കുക. ക്ലാസ്സിൽ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു റിസൾട്ട് വന്നെന്ന് അറിയുന്നത്. ഇതിന് പിള്ളേരെല്ലാം ചോദിക്കുക, എന്തുവാ ടീച്ചറിന് എന്ത് പറ്റിയെന്ന്. അപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് സന്തോഷിക്കണം. ആദ്യം എനിക്ക് സ്പെഷ്യലിന്റെ റിസൾട്ട് നോക്കി കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനറലിന്റെ നോക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. എന്ന് വെച്ചാൽ നെറ്റ് കിട്ടുന്നില്ല കണക്ട് ആയിട്ട്, ഒരുപാട് പേര് കയറുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് അതും കിട്ടിയപ്പോഴേക്കും അത് ഒത്തിരി സന്തോഷം. സാർ ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല. എന്ത് പറഞ്ഞാലും ഞാൻ വീഡിയോ ആദ്യം ഓണാക്കിയതായിരുന്നു. സമയം ഇപ്പോഴേക്കും പവർ കട്ടായി, ഇരുട്ടത്തിരുന്നിട്ടായി സംസാരിക്കുന്നത്. എനിക്ക് വീഡിയോ ഓണാക്കാനും പറ്റുന്നില്ല. കുഴപ്പമില്ല.
അപ്പൊ ഒരുപാട് നന്ദി സാറേ. സാറിന് മാത്രമല്ല, സാറിന്റെ ടീമിലുള്ള എല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ മാത്സ് ഞാൻ എപ്പോ എഴുതിയാലും 12 മാർക്കൊക്കെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യമാണ് എനിക്ക് 23 മാർക്ക് കിട്ടിയത്. ഇത്രയും സിമ്പിളായിട്ട് മാത്സ് ചെയ്യാൻ പറ്റുമെന്ന് എന്റെ ജീവിതത്തിൽ പരീക്ഷ നല്ല എളുപ്പമായിരുന്നല്ലോ ഇപ്രാവശ്യം. ഇപ്രാവശ്യം എളുപ്പമുണ്ടായിരുന്നു. എന്തോ അതെ. എല്ലാ പ്രാവശ്യം എളുപ്പമുണ്ടായിരുന്നു, എനിക്ക് മാത്രം പാടായിരുന്നു. അല്ല, അങ്ങനെയല്ല. പൊതുവെ ഇപ്രാവശ്യം പരീക്ഷ ഒരു ഇച്ചിരി എളുപ്പമായി. ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പേരെ നമ്മളടുത്ത് ആദ്യമായിട്ടാണ് 207 പേരൊക്കെ ജയിക്കുന്നത്. നമുക്ക് മാക്സിമം ഒരു പരീക്ഷയ്ക്ക് നമ്മൾ 149 പേരെ വരെ ജയിപ്പിച്ചിട്ടുണ്ട്. അതിന് മേളിൽ ഇത്രയും വലിയൊരു റിസൾട്ട് നമുക്കും ആദ്യമായിട്ട്. പിന്നെ എന്റെ അടുത്തൊരു സിസ്റ്റർ ഇരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സിസ്റ്റർ വിളിച്ചപ്പോഴേക്കും കിട്ടിയില്ല മോളെ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല വിഷമം തോന്നി. ഞാൻ പിന്നെ സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ സിസ്റ്റർ വിളിക്കുമായിരിക്കും. കാട്ടാക്കട ഏത് സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് സാറേ. അപ്പൊ അവിടെ നിന്നൊക്കെ വിളിക്ക്. എന്റെ നമ്പർ എല്ലാവർക്കും കൊടുക്കുക. ഞാൻ അടുത്തിരുന്ന സിസ്റ്ററെയാണ് പരിചയപ്പെട്ടത്. എന്റെ സ്കൂളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സാറേ. ഇപ്പൊ ഇനിയിപ്പോ എല്ലാവർക്കും വേണമെന്നുണ്ടല്ലോ 2 വർഷത്തിനുള്ളിൽ. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ സ്കൂളിലെ BRC തലത്തിൽ അങ്ങ് കൊടുത്താൽ മതി. മൊത്തത്തിൽ അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി. ക്ലസ്റ്റർ ഉണ്ടാവുമ്പോ അവിടെ കൊടുക്കാച്ചിട്ട് നിക്കുക. അതെ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോ ഓരോ BRCക്ക് വേണ്ടിട്ട് അങ്ങ് ക്ലാസ് എടുത്താൽ മതിയല്ലോ. അങ്ങനെ ആയാലും മതിയാവും സാർ. എളുപ്പമുണ്ട് എനിക്ക്. അല്ല, സത്യമായിട്ട് കേട്ടോ, നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞില്ലേ, നമ്മൾ ഏറ്റവും കൂടിയ ഒരു എന്താ പറയാ, ഏറ്റവും കൂടുതൽ പിള്ളേരുണ്ടായിരുന്ന ഒരു ബാച്ചായിരുന്നു നിങ്ങളുടെ ബാച്ച്. നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് കാണാവുന്നുള്ളല്ലോ. 389 പേരാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിപ്പിച്ചു. അതിൽ 2 പേർക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. എന്നാലും 389 തന്നെ നമുക്ക് പറയാം. 389 പേര് പരീക്ഷ എഴുതിയതിൽ 207 പേര് ജയിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക്, അത് ചെറിയ കണക്കല്ല. ബാക്കിയുള്ളവരും അടുത്ത പ്രാവശ്യം എന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ജയിപ്പിക്കും. 100% ഞാൻ അവരെ ജയിപ്പിക്കും. റുബീന ടീച്ചറാണ്. പറയൂ റുബീന ടീച്ചർ. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാരും പറയുന്നത് പോലെ തന്നെ ഞങ്ങളെ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫിനും പ്രത്യേകം, അതായത് ഒരുപാട് പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടതാണ്. ഇപ്രാവശ്യമാണ് എനിക്ക് 2 നേടിയെടുക്കാൻ കഴിഞ്ഞത്. മാഷൊരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ജനറൽ കാറ്റഗറി എഴുതിയത്. അതില് 88 മാർക്കും സ്പെഷ്യലില് 103 മാർക്കും നേടാൻ കഴിഞ്ഞു. ഒരുപാട് നന്ദി. ബാക്കി ആ മിച്ചമുള്ള ആർക്കെങ്കിലും കൊടുക്ക്. പിന്നെ മാഷോട് ഒരു കാര്യം സംശയം ചോദിക്കാനുണ്ട്. എന്താ വെച്ചാൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറിപ്പോയിട്ടുണ്ട് ജനറൽ കാറ്റഗറിയില്. അത് വെരിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് പറഞ്ഞാൽ മതി. അതിന്റെ മുമ്പേ ഒന്നും ചെയ്യണ്ടല്ലേ? അതിനു മുമ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്നാന്നറിയോ, നമുക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റേ കിട്ടാൻ സാധ്യതയുള്ളൂ. 2 കിട്ടാൻ സാധ്യതയില്ല. ആദ്യത്തേത് സർവീസിലുള്ള ഒരു സ്പെഷ്യൽ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറ്റേത് കിട്ടൂല. അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി ഒരെണ്ണം ക്വാളിഫൈഡ് ആയ രണ്ടാമത്തത് കിട്ടേണ്ട കാര്യമില്ല. അപ്പൊ അത് വെരിഫിക്കേഷന്റെ ടൈമിന് പറഞ്ഞാലും മതിയല്ലോ അല്ലേ? മതി. അത് അറ്റൻഡ് ചെയ്ത സമയത്ത് എന്തോ പറ്റിപ്പോയതാണ്. അല്ല, അന്നേരമാണല്ലോ നിങ്ങൾ കണ്ടത്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾ ആ പരീക്ഷ എഴുതുന്ന സമയത്താണ് അത് കണ്ടത്, ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവർക്കത് നമുക്കൊരു അഫിഡവിറ്റ് വാങ്ങിച്ചിട്ടത് മാറ്റാനുള്ള സജ്ജീകരണം ഉണ്ട് അവിടെ. ഉണ്ടല്ലേ? അപ്പൊ പ്രത്യേകം നന്ദി അറിയിക്കാണ്. ശരി. നമസ്കാരം. എന്തോ പറഞ്ഞോ സാറേ? ടോണി സാർ പറഞ്ഞു. സാറേ, സാറിനോട് ഒരുപാട് നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. വിദ്യാവീതിയോട് നന്ദി അറിയിക്കുന്നു. ഞാൻ ഏതാണ്ട്, എനിക്ക് തോന്നുന്നു നമുക്ക് കേറ്ററ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് 14 വർഷമായെന്ന് തോന്നുന്നു. 14 വർഷമായിട്ട് 2012 തൊട്ട് പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സെബാസ്റ്റ്യൻ സാർ ഒരു കൂട്ടായി. അതെ. അതോടൊപ്പം തന്നെ ഞാന് വേറെ ഒരു കോച്ചിങ് സെന്ററിലും ഞാൻ ഇതുവരെയും കോച്ചിങ്ങിനോ ഒന്നിനും പോയിട്ടില്ല. ആദ്യമായിട്ട് സാറിന്റെ അടുത്താണ് വന്നത്. ആ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ എനിക്ക് വിജയം നേടിത്തന്നു. അതിന് പ്രത്യേകം നന്ദി. എനിക്ക് പിന്നെ പറയാനുള്ള ഇവിടുത്തെ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് ആദ്യം പറയാനുള്ള അജയ് സാറിന്റെ അടുത്ത് ഒരു കാര്യം, സാർ ആദ്യത്തെ ക്ലാസ്സിൽ തന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്, നിങ്ങളുടെ അഹങ്കാരങ്ങളും നിങ്ങളുടെ ഈഗോസും സൂപ്പർ ഈഗോയും എല്ലാം ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഈ 14 വർഷവും എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമാണ് എന്നെ തോപ്പിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഒരു കോച്ചിങ്ങിനും പോകണ്ട, നീ ഒന്നും വേണ്ട, നീ സ്വന്തമായിട്ട് അങ്ങ് പഠിച്ചെഴുതിയാ മതി എന്നുള്ള ഒരു രീതിയായിരുന്നു. അപ്പോ അതെല്ലാം മാറ്റിവെച്ച് ആ ഈഗോയൊക്കെ മാറ്റിവെച്ച് പിന്നെ അതുപോലെ തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി വേണം പഠിക്കാനിരിക്കുകയും അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാൻ പോവുകയും ഒക്കെ ചെയ്യാനെന്നുള്ള സാറിന്റെ ആദ്യത്തെ ഉപദേശം, അതാണ് എനിക്ക് വിജയം തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുടുംബം എന്നോടൊപ്പം സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് എന്റെ റിസൾട്ട് അറിഞ്ഞപ്പോ എന്റെ മോന് ഓടി വന്ന് കെട്ടി അങ്ങ് പിടിച്ചു. അച്ഛനും ജയിച്ചോന്നായിരിക്കും. അതെ. അപ്പം ഒരുപാട് നന്ദി. ജീവിതത്തില് പല അധ്യാപകരും പറഞ്ഞതുപോലെ ജീവിതത്തില് ഒരു വലിയൊരു ഒന്ന് നേടിത്തന്നു. അതിന് ഒരുപാട് കടപ്പാട് ഞാൻ സാറിനോട് അറിയിക്കുകയാണ്. എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. കടപ്പാടൊന്നും വേണ്ട, ചെലവിനുള്ള കാശ് ആ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാം എംഎഡുകാര്, എംഫില്ലുകാര്, നെറ്റുകാര്, സെറ്റുകാര്, കേറ്ററ്റുകാര് ഒരു കേറ്റിട്ടുള്ള ഒരു അധ്യാപികയേ ഉള്ളൂ. ഇപ്പം ഇവരെല്ലാം ഇപ്പം പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളവനായി. അവർക്കെല്ലാം സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സാറിനെ അവർ കോണ്ടാക്ട് ചെയ്യും. ഞാൻ ഇടയ്ക്ക് സാറിന്റെ അടുത്ത് മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സയൻസ്. റിട്ടയർ ആവുന്നുണ്ടോ? ഇല്ലില്ല, HMO ഇപ്പൊ എഴുതണമെന്നുള്ള സാഹചര്യമാണ്. ഇന്ന് ടീച്ചർ എന്റെ അടുത്ത് ചോദിച്ചു. 5 വർഷത്തിൽ കൂടുതലുണ്ട് മിക്കവാറും HMO എഴുതേണ്ടി വരും. അതെ. HMO ഇന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെയാ, ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു ടെക്നിക്ക് വിദ്യാവീതി തന്നെയാണ് എന്റെ വിജയത്തിന്റെ ടെക്നിക്ക് എന്ന് ഞാൻ പറഞ്ഞു. ഓ സന്തോഷം. അപ്പം എനിക്ക് സാറിന്റെ ഫസ്റ്റ് ഡേയിലെ ഉപദേശമാണ് എന്നെ വിജയിപ്പിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ രാത്രിയുടെ യാമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നെ സത്യം പറഞ്ഞാല് ഉള്ളിൽ നിന്ന് തന്നെ രാവിലെ എഴുന്നേക്ക് പഠിക്കുക എന്നുള്ള ആ ഒരു അബോധ മനസ്സിൽ നിന്ന് എന്നെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ നല്ലോണം വർക്ക് ചെയ്തു ആ രാവിലെയും രാത്രിയിലും എല്ലാം. പിന്നെ വീട്ടിൽ എല്ലാവരും സപ്പോർട്ടായിട്ട് പഠിക്കാനായിട്ടുള്ള സപ്പോർട്ട് തന്നു. അധ്യാപകര്, ഞാൻ പല പ്രാവശ്യം സാറിന് എന്റെ സംശയങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. സാർ അതിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട്. ചിലതിനൊന്നും കിട്ടിയില്ല. എന്തായാലും സാർ ഒരുപാട് നന്ദി. താങ്ക് യു സാറേ. എന്തോ നീതു ടീച്ചർ പറയൂ. ഞാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുന്നു ഒന്ന് സംസാരിക്കാൻ. അതെ, എന്നാ ക്യാമറ കൂടെ ഓണാക്കിക്കോ. ഞാൻ അടുക്കളയിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരട്ടെ. അതെ, വരാനൊന്നുമില്ല, വന്നു. സാറേ ഞാനിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ റിസൾട്ടിന്റെ. അപ്പൊ കുട്ടികൾക്ക് നോട്ട് നമ്മള് ബോർഡിലുള്ള നോട്ട് നമ്മള് വരാത്ത കുട്ടികൾക്ക്, ആബ്സെന്റ് ആയ കുട്ടികൾക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോഴാണ് ഇത് കണ്ടത്. കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര ഷോക്കായി പോയതാണ്. പക്ഷെ സാറ് നമ്മൾ ആദ്യമേ ഞാൻ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ സാറ് എന്നെപ്പോലുള്ള എല്ലാ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ സാർ ഒരു മെസ്സേജ് ഇട്ട് തുടങ്ങിയായിരുന്നു. ഇന്നത്തെ പരീക്ഷയ്ക്ക് ആശംസകൾ അല്ലെ, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡാണ്. അപ്പൊ ഞാനിപ്പോ ഒരു മൂന്ന് വർഷത്തോളമായി ഞാനിപ്പോ ഈ വിദ്യാവീതിയുടെ കൂടെ ഒരു യാത്ര തുടങ്ങിയിട്ട്. പക്ഷെ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അത് ഫലവത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ക്ലാസ് ആണെങ്കിലും വളരെ നല്ല ക്ലാസ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏത് പാതിരാത്രി വിളിച്ചാലും സാറ് നമ്മൾ മെസ്സേജ് അയച്ചാലും അതിന് റിപ്ലൈ തരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അതിന് റിപ്ലൈ തരുന്നത് വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിച്ചാലും സാറ് ഒരു മടിയും കൂടാതെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് പറയാൻ. ഇപ്പൊ റിസൾട്ടിന്റെ കാര്യമാണെങ്കിലും ഒക്കെ സാറ് നമ്മൾ ടെൻഷൻ അടിച്ച്, എനിക്കാണെങ്കിൽ ഒരു 3-4 ദിവസത്തോളം തലവേദനയും കാര്യങ്ങളും. കാരണം റിസൾട്ട് വൈകുമോ, റെക്ടിഫൈഡ് ആൻസർ വൈകുന്നു. അപ്പൊ ആ പാടെ ബുദ്ധിമുട്ട്. അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഒക്കെ ചോദിക്കും, നിങ്ങളുടെ റിസൾട്ട് ഇതുവരെ വന്നില്ലേ. അപ്പൊ ഉടനെ മെസ്സേജ് അയക്കുമ്പോഴാണെങ്കിൽ സാറ് ഉടനെ വരും, അത് ഇന്ന സമയത്തിനുള്ള കൃത്യമായിട്ടൊരു അപ്ഡേഷൻ സാറിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് എവിടെയാണ് കുറവുകൾ? എനിക്ക് സത്യം പറഞ്ഞാൽ മാത്സ് ഭയങ്കര ഒരു കടുകട്ടിയുള്ള ഒരു വിഷയം ആയിരുന്നു എന്ന് തന്നെ പറയണം. ഇപ്പോഴല്ല. കാരണം ആ ക്ലാസ്സുകളൊക്കെ കണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ, അതായത് അങ്ങോട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന കുറെ ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
സാറേ എനിക്ക് പറഞ്ഞ് കുറേ പറയണമെന്നുണ്ട്, സാറിനെ കാണണമെന്നുണ്ട്. നേരിട്ട് വന്ന് ഞാൻ ഇന്നും മെസ്സേജ് അയച്ചിരുന്നു, സാറിന് നേരിട്ട് വന്ന് കാണണമെന്നുണ്ട്. അപ്പൊ സാർ ഇങ്ങനെ അതായത് ഒരു തവണ എന്തോ പറഞ്ഞ സമയത്ത് പറഞ്ഞു, നമ്മള് വിദ്യാവീതിയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും പാവപ്പെട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റി പോലെ എന്തെങ്കിലും ഒരാളെ പഠിപ്പിക്കാനുള്ള ഡൊണേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ ഉടനെ എന്തായാലും ഞാൻ വരും, സാറിനെ കാണും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാറിന്. എനിക്കിപ്പോ രണ്ടും കിട്ടി, രണ്ടും പാസ്സായി. ഒത്തിരി സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷം ടീച്ചറെ. പിന്നെ എന്റെ അറിവിൽ ആകെയുള്ള ഒരു പാവപ്പെട്ട കുട്ടി ഞാൻ തന്നെ. ആണോ? വേറെ എന്നെ ഏറ്റെടുത്ത് പഠിപ്പിച്ചോട്ടോ. അയ്യോ, എന്തെങ്കിലും സാറിന് ഉണ്ടെങ്കിൽ എന്തായാലും കാണാൻ വേണ്ടി വരണം എന്നാണ് ഞങ്ങള് കുറച്ച് പേര്, എന്റെ കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അറിയാവുന്നവർക്കൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ ലളിതമായിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഒരു ഇതുമില്ലാതെ സാറ് പറയുന്ന കേട്ട് നമുക്ക് പഠിക്കാൻ നിന്നാൽ കറക്റ്റ് ആയിട്ട് അത് നമുക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവര് വിളിക്കും. നമുക്ക് നല്ല അനുഭവ പാഠമല്ലേ എഴുതി. അതെ, നല്ല അനുഭവങ്ങളാണ് ഓരോ കാര്യങ്ങളൊക്കെ. സാർ ഒത്തിരി നന്ദി. സാറിനെയും സാറിന്റെ കുടുംബത്തിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രാർത്ഥനയിൽ ഓർക്കുക. സാറേ, തീർച്ചയായും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയപ്പോ ബേസിക് പേ കണ്ടപ്പോ ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു, എന്റെ കൂടെയുള്ള ടീച്ചർക്ക് ടെറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്, അപ്പൊ ഇനി ധൈര്യമായിട്ട് പറയാലോ നമുക്കും കിട്ടിയെന്ന്. ഉറപ്പായിട്ടും ടീച്ചർ ധൈര്യമായിട്ടും പറയാം. ഇനിയിപ്പോ അവരല്ലേ നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയേ എന്ന് ചോദിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ നമ്മളോട് ചോദിക്കും, ടീച്ചർക്ക് ഇത് എങ്ങനെയാ കിട്ടിയേ എന്ന് ചോദിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പണ്ട് ടെറ്റ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. ടെറ്റ് പരീക്ഷ ജയിച്ചു തോറ്റു എന്നൊക്കെ പറയുമ്പോ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോ നീ തോറ്റോ എന്ന് ചോദിക്കും. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കാര്യം ബുദ്ധിമുട്ടും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായി വരും. ഇനിയിപ്പോ നിങ്ങളൊക്കെ മറ്റേ ഈ പണ്ടൊക്കെ ഈ SSLC പരീക്ഷയ്ക്ക് 600 മാർക്ക് ഉണ്ടായിരുന്ന സമയത്ത് 600 മേടിച്ചവരെ പോലെയാ. അതെ, എന്നാന്ന് പറയാൻ പറ്റാത്തൊരു സന്തോഷം. ഉറപ്പായിട്ടും സന്തോഷിക്കൂ, ആത്മാർത്ഥമായിട്ട് ആഘോഷിക്കൂ. ഒരു പായസം ഒക്കെ വെച്ച് ആഘോഷിക്കൂ. എന്തോ സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മുടെ ഇപ്പം ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ അങ്ങനെ വരും? പറയാൻ പറ്റിയല്ല, കാരണം നമുക്കറിയാലോ ശരിക്കും 2 മാസം കൊണ്ട് പുറപ്പെടുവിക്കേണ്ട ഒരു റിസൾട്ട് ആണ് ഇത്രയും താമസിച്ചത്. ഇനി ഒത്തിരി താമസിക്കൂലായിരിക്കും, പെട്ടെന്ന് തന്നെ വരുമായിരിക്കും. അപ്പൊ നമ്മുടെ നമ്മൾ പ്രൊബേഷന് അറിയിക്കും, നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് അതിന്റെ ചെലവും കൊണ്ട് അതിന്റെ എല്ലാ പരിപാടിയും തീർത്തിട്ട് ഇനി സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ചെലവും കൊണ്ടിട്ടേ ഞാൻ പോകുന്നു. സാറേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിലേ നമ്മുടെ മാർക്ക് ലിസ്റ്റ് പോരാ, നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണ്ടേ? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം, അത് പെട്ടെന്ന് കിട്ടും. ഓ ശരി സാർ, ശരി. പിന്നെ ചില ഓഫീസിൽ ഇതിന്റെ മാർക്ക് ലിസ്റ്റ് ആണല്ലോ മതി. രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. മറ്റേത് കളർ അടിക്കും, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിക്കുന്നു. അതെ ഇത് തന്നെ ആ കാണുന്ന സാധനം തന്നെയാ മറ്റേതിന്റെ അത് അടിച്ചു വരുന്നത്. അതെ ശരി സാർ. ജീന ടീച്ചർ കുറെ നേരം, ജീനാസി ടീച്ചർ കുറച്ച് നേരമായിരുന്നു വർത്താനം പറയും. നോക്കുന്നു പറ്റില്ല. സംസാരിച്ചോണ്ടിരിക്കുന്ന കാരണമേ സാറേ, ജീന ടീച്ചറോട് ആദ്യം തന്നെ ഞാനൊരു സോറി പറയട്ടെ. ഞാൻ അജിത് സാറിനോട് പറഞ്ഞതായിരുന്നു അന്ന് അച്ഛന്റെ ആ സംഭവത്തിന് ഞാൻ വരണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ ഒരു ദിവസം ഒത്തില്ല. അതൊന്നും കുഴപ്പമില്ല സാറേ. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഞാനത് പോയില്ലെങ്കിൽ മോശമാണെന്ന് വിചാരിക്കില്ല സാറേ. പക്ഷെ അന്ന് എനിക്ക് എന്തോ തിരക്കിട്ട ഒരു പരിപാടിക്ക് ഞാൻ പോയേക്കുമായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. അല്ല ഞാൻ എത്തിയാണ് ഉറപ്പായിട്ട്. അത് കുഴപ്പമില്ല സാറേ, അതൊന്നും ഒരു പ്രശ്നമില്ല. എന്റെ പപ്പ ഇതിന്റെ ആൻസർ കീ വന്നപ്പോ ഇത് അറിഞ്ഞു. ഞാൻ പപ്പയോട് മാത്രമേ പറഞ്ഞോളായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സാറിന് അറിയാലോ കാര്യങ്ങളെല്ലാം. സന്തോഷമായിട്ട് അപ്പാച്ചൻ പോയത്, മകളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയാ പോയത്. അതെ സാറേ, അതെ, തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ സങ്കടങ്ങൾക്കും കളിയാക്കലുകൾക്കും മറുപടിയാണ് ഇന്നത്തെ ഈ റിസൾട്ട് വന്നത്. എനിക്ക് സാറിനോടാണെങ്കിലും വിദ്യാവീതിയോടാണെങ്കിലും അതിലെ അധ്യാപകരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുകയും സാറിന്റെ ഉപദേശങ്ങളൊക്കെ ആണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും സാറിന്റെ വോയിസ് മെസ്സേജ് കാണുന്ന നിമിഷം നോക്കും എന്താണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം പ്രയോജനമായിരുന്നു സാറ്.
എങ്ങനെ നന്ദി പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല. അതുപോലെ നമ്മുടെ കേസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും സാറിനോട് എങ്ങനെ നന്ദി പറയണം. സാറിനെ ദൈവം എനിക്ക് വേണ്ടി കൊണ്ടു തന്നെയാണെന്ന് തന്നെയാണ് സാറേ എന്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ്. എത്ര പോരാത്തതിന് നന്ദി എനിക്ക് ടീച്ചറിന് വേണ്ടിയിട്ട് ഒരു ദിവസം ടീച്ചറിന്റെ അനിയനായിട്ട് ആക്ട് ചെയ്യാനും പറ്റി എന്നും പറഞ്ഞു. അതെ അതെ അതെ. അങ്ങനെയും ദൈവം എനിക്കൊരു അവസരം തന്നു. സാറിനെ അങ്ങനെ എന്താ പറയേണ്ടുന്ന ഒരുപാട് സന്തോഷം സാറേ. ഇത് അറിഞ്ഞപ്പം എന്റെ മോൾ 5ാം ക്ലാസ്സിലാ. അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മയ്ക്ക് കേട്ടിട്ട് കിട്ടിയോ? ഞാൻ പറഞ്ഞാ കിട്ടി. ആ കൊച്ചു ജനിച്ച നാള് തൊട്ട് ഞാൻ ഇത് പറയുന്നത് അത് കേക്കുവാ സാറേ. 2016 കയറിയതാ, അന്ന് തൊട്ട് എഴുതുവാ. എന്താ പറയേണ്ടുന്നേന്ന് എന്തായാലും അറിയത്തില്ല. ജയിച്ചല്ലോ, സന്തോഷം, സമാധാനം. ഇനി നമുക്ക് അതെ സന്തോഷിക്കാം. അതെ സാർ, എല്ലാ കിട്ടാത്ത മറ്റുള്ളവരെ അവർക്ക് കൂടെ കേട്ടിട്ട് മേടിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് തീർച്ചയായും ഉണ്ടാക്കുക. സാറേ, തീർച്ചയായും സാറിനെ ഒരു കാലത്ത് ഞങ്ങൾ ആരും മറക്കത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും മറക്കത്തില്ല, ആരും മറക്കത്തില്ല സാറേ. താങ്ക് യു ടീച്ചറെ. ഹലോ സാറേ. ഹലോ, പറഞ്ഞോ ടീച്ചറെ. ശരൺ ടീച്ചറെ പറഞ്ഞു. ഞാൻ ഇതുവരെ അങ്ങനെ ഇതിൽ വന്നിട്ട് ലൈവിനൊന്നും വന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ക്ലാസ് എല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഞാൻ മറ്റൊരു ഇതിനകത്ത് പഠിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് കുറെ നോട്ടും അതും ഇതൊക്കെ ഇട്ട് തരുമ്പോൾ നമുക്കങ്ങനെ നമ്മൾ ഒരു അലസ മൈൻഡിലോട്ടായി പോവായിരുന്നു. പക്ഷെ സാറിന്റെ ആദ്യത്തെ ഒരൊറ്റ വോയിസ് മെസ്സേജ്, അത് സാറ് നിങ്ങൾ ഇതിനിടയ്ക്ക് ഇറങ്ങി പോവരുത്, അതിനകത്ത് തന്നെ സാറിന്റെ ആത്മാർത്ഥത മനസ്സിലായി. പിന്നെ നമുക്ക് ഉഴപ്പം മനസ്സ് വന്നിട്ടേ ഇല്ല. സാർ എന്ത് പറഞ്ഞോ അതേപടി ചെയ്തു. പിന്നെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ചെറിയ കൊച്ചുണ്ട്. അപ്പം വേറെ ആരും നിലവിൽ കൊച്ചിനെ നോക്കാൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അപ്പം എല്ലാ വിഷയത്തിന്റെ നോട്ട് ഈ വീട് മോശമായി പോയാലും മുഴുവനും ചാർട്ടിൽ എഴുതി കെട്ടി തൂക്കിയിട്ടിട്ടാണ് പഠിച്ചത്. ഞാൻ കണ്ടു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റാറ്റസിടെ. എത്ര നന്ദി പറയണോന്ന് അറിയത്തില്ല. ഈ സമയം മൊത്തം സാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും അത് തീരത്തുമില്ല. ഒത്തിരി നന്ദി. താങ്ക് യു ടീച്ചറെ. താങ്ക് യു വെരി മച്ച്. മോഹൻ സാറാണോ മൈക്ക് ഓണാക്കിയിരിക്കുന്നത്? ഹലോ, പറഞ്ഞു സാറേ, കേൾക്കാം. കേൾക്കാമോ? ഓക്കെ സാറേ, ഞാന് വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ കലാശക്കൊട്ടിലായിരുന്നു ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. പക്ഷേ അത് കഴിഞ്ഞ് ലൈവായിട്ട് ക്ലാസ്സിൽ വന്നത് നമ്മൾ കഴിഞ്ഞ സ്പെഷ്യൽ ടെറ്റില് അതിന്റെ പരീക്ഷയിലായിരുന്നു. പക്ഷെ എനിക്ക് വ്യക്തമായ ഒരു സിലബസും പെഡഗോജിയൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ലായിരുന്നു. പക്ഷെ എങ്കിലും വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ പരീക്ഷയെ സംബന്ധിച്ച്. ഞാൻ സ്പെഷ്യൽ ടെറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതിൽ തന്നെ ജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ എല്ലാവിധമായ നന്ദി അറിയിക്കുകയാണ്. സാറിന് മാത്രമല്ല, സാറിന്റെ കൃത്യമായ ഇടപെടലുകൾ, അതുപോലെ കൃത്യമായ ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷകൾ ഒക്കെ തന്നെ പ്രയോജനകരമായിരുന്നു. വളരെയധികം തിരക്കിന്റെ ഇടയിൽ പോലും അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ ഈ കഴിഞ്ഞു. എഴുതിയെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു എഴുതിയെടുക്കുക അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. പക്ഷേ എഴുതിയെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവർക്കും എഴുതി കിട്ടാത്തവർക്കും ഇനിയുള്ള പരീക്ഷകൾ പങ്കെടുത്ത് അവർക്കും കൂടെ കിട്ടാനുള്ള ഒരുക്കട്ടെ എന്നുള്ളത് കൂടെ ആശംസിക്കുന്നു. എല്ലാവിധ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാറേ, താങ്ക് യു. കാരണം സാറ് എനിക്ക് തോന്നുന്നു സാർ അത്യാവശ്യം ഒരു സംഘടനയിലേക്ക് ഒരു വലിയ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. അപ്പം സാറിന്റെ ആ ഒരു എന്താ പറയണേ, സംഘടനയിൽ മുഴുവൻ സാറ് നമ്മളെ കുറിച്ച് പറയണം. കേട്ടല്ലോ സാറേ? തീർച്ചയായിട്ടും സാറേ, അതുണ്ടാവും. ഞാൻ ഇപ്പോൾ തന്നെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ സാർ. താങ്ക് യു സാറേ, താങ്ക് യു. ഹലോ മാഷേ, നമസ്കാരം. നമസ്കാരം ടീച്ചറെ. വളരെയധികം സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞാനും അത്യാവശ്യം 2018 ജോയിൻ ചെയ്തു. അതിനു മുന്നേ തന്നെ 2008 TTC കഴിഞ്ഞ് പിന്നെ ഒരു ലേശം ഗ്യാപ്പ് എടുത്തു. PSCയിലൊക്കെ ഒന്ന് വന്നു, അപ്പൊ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മള് ഉണ്ടല്ലോ, എവിടെ ചെന്നാലും നമുക്ക് എന്നും പണി പാളും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആ ഒരു സമയത്ത് നമ്മളെ ദൈവം കൈവിടും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു മാറാപ്പ് വന്നതാണ് കേട്ടറ്റ്.
അപ്പോൾ ആ ഒരു തൊരടി വന്നപ്പോൾ തന്നെ നമുക്ക് ജോലിയോടുള്ള ഒരു വിമുഖത, സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രൊഫഷനെ വേണ്ടാന്ന് വെച്ചിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. ആ ഒരു സമയത്ത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രം സർവീസിൽ കയറി കൂടിയതാ. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നീ സർവീസ് ടൈം കളയല്ലേ എന്ന് പറഞ്ഞിട്ട് കയറി കൂടിയ അന്ന് മുതലേ കേട്ടറ്റ് എഴുതി തുടങ്ങി. പിന്നെ എല്ലാത്തിനേക്കാളും അടിസ്ഥാനം നമുക്ക് കുടുംബമാണല്ലോ. മെറ്റേണിറ്റി ലീവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഉമ്മയുടെ മരണം, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ നിർത്തിയിട്ടും എൻ്റെ ഉമ്മ മരിക്കുന്ന അന്ന് പോലും ഞാൻ പോയിട്ടൊരു കാറ്ററ്റ് പരീക്ഷ എഴുതി. എന്നിട്ട് തിരൂരായിരുന്നു എനിക്ക് സെന്റർ കിട്ടിയത്. ഞാൻ വരുമ്പോഴേക്കും അതുവരെ നോക്കിയിരുന്ന എൻ്റെ ഉമ്മ മരിച്ചുപോയി. ഇന്ന് എനിക്ക് ആ സന്തോഷം പറയാൻ എൻ്റെ ഉമ്മ കൂടെ ഇല്ല. ആ ഒരു വിഷമമുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ മാഷോട് ആ സന്തോഷം അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കോച്ചിങ് ക്ലാസ്സുകളിൽ ഞാൻ ഇടപെട്ടിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഇല്ലാത്ത മാഷിന്റെ ഷെഡ്യൂള് കറക്റ്റ് ആണ്. മാഷിനറിയാം, മാഷ് ചിലപ്പോൾ 1:30ക്കും 2:30ക്കും ഒക്കെയാണ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ട് മാഷ് ഗ്രൂപ്പിൽ ഇടുക. ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഉണ്ടായിരിക്കും. ഞാൻ എന്നിട്ട് ആ സമയത്ത് അത് കണ്ട് വ്യക്തമായ നോട്ടുകൾ എഴുതിയെടുത്ത്, കാരണം ഇനിയൊരു സമയം ഞങ്ങൾക്കില്ല. സ്പെഷ്യൽ ടെറ്റിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു സ്പെഷ്യൽ കഴിഞ്ഞു, ഇത് 2ാമത്തെ സ്പെഷ്യലാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കം എന്ന് പറയുന്നത് ഇല്ല ഈ ഒരു കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ എത്ര അതിന് വാക്കുകളില്ല മാഷിനോട് അതിനുള്ള നന്ദി പറയാൻ വേണ്ടിയിട്ട്. കാരണം അത് പറഞ്ഞാൽ അധികമാവും, വളരെയധികം. കാരണം ഇനിയുള്ള കുട്ടികൾക്ക് മാഷ് ഒരു പ്രചോദനം ആവട്ടെ. നാളെ അവർക്ക് നല്ല കരുത്ത് ആർജിച്ചുകൊണ്ട് അവർക്കും മാഷ് ക്ലാസ് എടുക്കാൻ കഴിയട്ടെ. ഈ പ്രചോദനം മാഷ് കൈവിടാതിരിക്കുക. കാരണം ഞങ്ങളെ പോലുള്ളവർക്ക് വളരെയധികം സന്തോഷമാണ്. മാഷ് വലിയൊരു കരുത്താണ്. ദൈവം സഹായിച്ച് മാഷിനെ ആയുസ് ആരോഗ്യം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഏത് മതസ്ഥിതിയിലായാലും ദൈവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ മനസ്സിലും മാഷ് ഉണ്ടായിരിക്കും. എനിവേ, താങ്ക് യു. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. മൈക്ക് ഓഫ് ആയിപ്പോയി, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. സോറി ടീച്ചറെ. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. എന്തോ പറഞ്ഞോ ശ്രീന ടീച്ചർ? ശ്രീമ ടീച്ചർ ആരായാലും കുഴപ്പമില്ല, രണ്ടുപേരും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ശ്രീമ ടീച്ചർ പറഞ്ഞോ, ശ്രീന ടീച്ചർ മൈക്ക് ഓഫ് ആക്കി. ഒരുപാട് നന്ദി സാറിനും ഈ വിദ്യാലയത്തിലെ എല്ലാ ടീച്ചേഴ്സിനും. നന്ദി പറഞ്ഞ് അറിയിക്കാൻ പറ്റണില്ല. സാറ് പറഞ്ഞല്ലോ, അത് തുടങ്ങുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ സാറിനും വിദ്യാലയത്തിലെ എല്ലാ ടീച്ചേഴ്സിനും പറയുന്നത് പോലെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ റിസൾട്ട് വന്ന സമയത്ത് അത്രയും സന്തോഷത്തിലാണ്. ഒരുപാട് എഴുതിയിട്ടും കിട്ടാണ്ട് പോയിട്ടുള്ളതാണ്. ചിലപ്പോൾ 2 മാർക്കിന് 3 മാർക്കിന് അങ്ങനെയൊക്കെ കിട്ടാണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സാറിന്റെ ഈ ഇതില് വിദ്യാവീതിയില് ചേർന്നിട്ടുള്ളത്. ഇതിനു മുന്നേ കിട്ടാതിരുന്നത് കോച്ചിങ്ങിന്റെ കുഴപ്പമല്ല, ഞാൻ അറ്റൻഡ് ഇപ്രാവശ്യം എന്തായാലും പാസ്സായി. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി അറിയിക്കുന്നു. അറിയിക്കാൻ വയ്യ. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. ആ എന്റെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ടീച്ചറിന്റെ എന്നാ പറഞ്ഞത്, ഇത് കിട്ടിയല്ലോ, എനിക്ക് തന്നെയാണോ കിട്ടിയെന്നുള്ളൊരു സങ്കടവും സന്തോഷവും. ഓക്കെ, താങ്ക് യു ടീച്ചറെ, താങ്ക് യു. പറഞ്ഞോ ശ്രീന ടീച്ചറെ. സാർ, ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ 2018 കയറിയതാണ്. അന്ന് മുതലേ എഴുതുന്നുണ്ട്. ഒരു എക്സാമും ഞാൻ വിട്ടിട്ടില്ല. എല്ലാ എക്സാം ഒരുവിധം പഠിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ട്രാക്കിനകത്ത് കൊണ്ട് കയറാൻ കിട്ടിയിട്ടില്ല. ഓടുന്നുണ്ട്, പക്ഷെ കറക്റ്റായ ട്രാക്കിലായിരുന്നില്ല. പക്ഷെ വിദ്യാവിധിയിൽ ഞാൻ ലാസ്റ്റ് ജോയിൻ ചെയ്തു. സാർക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ക്ലോസ് ചെയ്തു. ഇനി പുതിയ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സാറോട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ പഠിച്ചെടുത്തോളാം സാർ. കാരണം സൈക്കോളജിക്ക് ഒരുവിധം മൂവ് ചെയ്തിരുന്നു. ഞാൻ പഠിച്ചെടുത്തോളാം എന്ന് പറഞ്ഞ് സാറോട് റിക്വസ്റ്റ് ചെയ്തു. സാറിനൊരു വാക്ക് തന്നിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ പാസ്സാവും സാറെന്ന് പറഞ്ഞിട്ട്. പിന്നെ സാറിന്റെ വോയിസും ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ നല്ല നമുക്ക് മോട്ടിവേഷൻ തരുന്ന വാക്കുകളാണ് സാറിൻ്റെത്. അത് കേട്ട് തന്നെ ഞങ്ങൾ പഠിച്ചു. പുറകിലേക്ക് ഇങ്ങനെ പോകുന്നു സാർക്ക് മനസ്സിലാവും. ഞങ്ങൾ ആരെങ്കിലും കയറാൻ 2 ദിവസം വൈകിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഉള്ള വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കയറും. ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് കയറാനുള്ള സാറ് മോട്ടിവേഷൻ ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരുന്നു.
എനിക്ക് 2 മക്കളുണ്ട്. സാറിന്റെ ക്ലാസ് ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് കാണുക. കാരണം അവര് പഠിക്കുന്നത് പോലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. കാരണം കുറച്ച് അവര് പഠിക്കും, തനിച്ചിരുന്ന് പഠിച്ചാൽ പോലും നമ്മുടെ കൂടെ ഇരിക്കണം, അമ്മയ്ക്ക് ക്ലാസ് തുടങ്ങുമെന്നും പറഞ്ഞ് അവര് എന്നെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിന്ന്. ഹസ്ബൻഡും അതുപോലെ ആ സമയമാകുമ്പോഴത്തേക്കും വർക്കുകളൊക്കെ കഴിച്ച് ചിലപ്പോൾ കിച്ചണിലൊക്കെ വർക്കുകൾ ഉണ്ടാവും. നമ്മളും വന്നിട്ടാണല്ലോ 4 മണിക്ക് ശേഷം. അപ്പോൾ പുള്ളി ഞാൻ ചെയ്തോളാം, നീ പഠിച്ചോളൂ എന്നും പറഞ്ഞ് അങ്ങനെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഫാമിലിയിലും. പിന്നെ അവിടെ ടീച്ചേഴ്സ് ഒരിക്കലും പറഞ്ഞാൽ പോരാ, താങ്ക്സ് ഒന്നും പറഞ്ഞാൽ ശരിക്കും പോരാ. അത് അതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ രൂപത്തിൽ സാറ് വന്നൂന്നേ ഞാൻ പറയുള്ളൂ. കാരണം സ്കൂളിലും ഓരോ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും എന്തായി എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറയുന്നതിനോടൊപ്പം നമ്മുടെ സങ്കടം നമുക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം പഠിക്കാഞ്ഞിട്ടല്ല, നമുക്ക് 1, 2 മാർക്കിനൊക്കെയാണ് പോണേ. 80 മാർക്കിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സങ്കടമായിരുന്നു. പക്ഷെ ഈ ക്ലാസ്സിലേക്ക് കയറി സാറെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കയറി പഠിച്ചെടുക്കാം എന്നുള്ളത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് പിന്നെ എനിക്ക് കുട്ടികൾ ചോദിച്ചു എന്ത് പറ്റി ടീച്ചർ. എനിക്കങ്ങനെ ഞാൻ കരഞ്ഞു പോയി സാർ അവിടെ ഇരുന്ന്. ക്ലാസ്സിൽ സങ്കടമല്ല, സന്തോഷം കൊണ്ട്. അടുത്ത് ക്ലാസ്സിൽ ടീച്ചർ വന്നു, അവരെന്നെ ഒരുപാട് സമാധാനിപ്പിച്ചു. ഒരു ടെറ്റ് പാസ്സായ ടീച്ചറായിരുന്നു. കാരണം ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ എന്നെ കളിയാക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വിഷമം സാർക്ക് മനസ്സിലാവും. ഇപ്പൊ ഇത്രയും ടീച്ചേഴ്സ് സംസാരിച്ചപ്പോൾ. ഇന്ന് എക്സാം ശേഷം എന്നോട് ചോദിച്ചു സാർ അവിടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിച്ചത്, എവിടെയാണ് എന്താന്നുള്ളത് എന്നെ കളിയാക്കിയ ടീച്ചേഴ്സ് തന്നെ അവർ നേരിട്ട് തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കും. അവർക്ക് ഇനി അടുത്ത എക്സാം അവർക്ക് എഴുതണം. അപ്പൊ നോട്ട്സ് എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഒരുപാട് സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ, വൈകുന്നേരം തന്നെ ഞങ്ങൾ ഗുരുവായൂർ പോവാണ്. സാറ് പറഞ്ഞ പ്രാർത്ഥനകൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ എന്നും പ്രാർത്ഥിക്കും. സാറിന്റെ വാക്കുകളും അത് തന്നെയാണ്. ദൈവത്തിനും സാറ് ദൈവതുല്യനായിട്ട് ഞാൻ ഇന്ന് സാറെ കാണുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് സാർ. പ്രാർത്ഥിക്കുക, എനിക്കും കൂടെ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നത് സാറെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. എനിക്ക് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചിലപ്പോൾ സാറ് മുഖയായിരിക്കും എനിക്ക് തെളിഞ്ഞു വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാർ വീഡിയോ ആക്കിയില്ലെങ്കിൽ ഞാൻ ഓണാക്കാൻ പറയാനായിരുന്നു. തീർച്ചയായും സാർ, തീർച്ചയായും. ശരി, താങ്ക് യു സാർ. താങ്ക് യു ടീച്ചർ. എല്ലാരും ഏകദേശം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നില്ലേ? ഇന്ദു ടീച്ചറെ വൈപ്പിൻ ഭാഗത്ത് റേഞ്ച് ഇല്ലേ? സാറേ ഇത് പറഞ്ഞ പോലെ മറ്റേ ഇപ്പൊ പറഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ 2018 തുടങ്ങി എഴുതുകയാണ്. 2023 സാറിന്റെ അടുത്ത് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു. 2 മാർക്കിന് പോയി, കിട്ടിയില്ല. ഇപ്പൊ തുടങ്ങി സാറിന്റെ ഒപ്പം എല്ലാ ക്ലാസ്സിനും കയറുന്നുണ്ട്. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റുള്ള ചാടിക്കോളാൻ പറഞ്ഞാലും അപ്പൊ ചാടും. അതെ, ബന്ധപ്പെട്ട എന്ത് കച്ചേരി ഉണ്ടെന്ന് പറഞ്ഞാലും ടീച്ചർ എന്നോട് ചോദിക്കും, സാറാ ഞാനും കൂടിക്കോട്ടെ നിൽക്കും. ഞാൻ പറയും ഓ കേറിക്കോ. അതെ സാറേ, അങ്ങനെ എന്തായാലും കിട്ടും സാറേ. എല്ലാവരുടെയും കളിയാക്കലും പരിഹാസവും ടീച്ചർ പറയുന്നേക്കാളും കൂടുതൽ എനിക്കാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ആ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് അറിയാം. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ പല പ്രാവശ്യവും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും എറണാകുളത്തുണ്ട്. എന്നിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം പോലും സ്കൂളിൽ വരുന്ന ഒരു ചെറിയ മാനേജ്മെന്റിന്റെ കാര്യം പോലും ടീച്ചർ എന്നെ വിളിച്ച് സംസാരിക്കാറുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ടീച്ചർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ നിങ്ങളെയൊക്കെ കണ്ടേക്കുന്ന ഒരു ചേച്ചീനെ പോലെയൊക്കെ കണ്ടേക്കണേ. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ടീച്ചർ എന്നോട് ചോദിക്കും, സാറേ എന്നെ കൂടെ കൂട്ടാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും കൂടിക്കോ. അങ്ങനെ നമ്മൾ ഇവിടം വരെ എത്തി. കാരണം നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളത് കൊണ്ടും നമുക്ക് അതിന് ഏത് വഴിയും സ്വീകരിക്കാം. നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ എന്താ പറയാ മോചിതയാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒത്തിരി സന്തോഷമായി ടീച്ചറിന്ന് ഫോൺ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എന്താ പറയണേ, നമ്മള് ആരാലും ഈ എന്താ പറയുക പണ്ട് കാലത്തെ ആൾക്കാർ പറയാം, ആരാലും ചവിട്ടപ്പെട്ട് കിടക്കുന്ന ഒരു പേപ്പറിന് പോലും അതിൻ്റെതായ വിലയുണ്ടെന്ന് പറയും. ശരിയല്ലേ? കാരണം നമ്മളെ എല്ലാരും കളിയാക്കി ഇത്രയും നാളും എന്താ പറയുക, നിനക്കൊന്നും പറ്റത്തില്ല, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഉറപ്പിച്ചു പറഞ്ഞവരുണ്ട് സാറേ. ഉറപ്പായിട്ടും പറ്റില്ലാത്ത പണിയാ, നീ നിർത്തി പൊക്കോന്ന് പറഞ്ഞിട്ടും എഴുതി കിട്ടിയേക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം.
എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചറെ. നമ്മളിവിടെ എറണാകുളത്താണല്ലോ, നമുക്ക് കാണാം. കാണണം സാറേ, തീർച്ചയായിട്ടും കാണാം. ഞാൻ വരും, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തെണ്ടിക്കേറി വരും. ഞാനും ഇത്തിരി കണ്ടിരിക്കും. കഞ്ഞി തരാമോ ടീച്ചറെ എന്ന് ചോദിച്ച് ഞാൻ വരും. ശരി സാറേ. എല്ലാ ടീച്ചർമാരോടും വലിയ താങ്ക്സ്. പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥിക്കുക സാറേ, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ശരി സാറേ, താങ്ക് യു. അച്ഛൻ സാറേ, എന്തോ എല്ലാ അയ്യോ, അത് ടീച്ചേഴ്സും സാറേന്ന്. ആയിക്കോട്ടെ. എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു കേട്ടായിരുന്നു. അവരൊക്കെ ഇന്ദു പറഞ്ഞ അതേ ടീച്ചറിന്റെ അനുഭവം തന്നെയാണ്. കൂട്ടത്തിലുള്ളതാണ് സോഫി ടീച്ചർ. ഇന്ദു ടീച്ചറും സോഫി ടീച്ചറും ഒക്കെ ഒരുമിച്ച് വന്നതാണ്. പക്ഷെ സോഫി അതെ ടീച്ചർ അതെ, വന്നപ്പോ ഇന്ദു ടീച്ചറുമായിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സോഫി ടീച്ചർ വന്നിട്ട് പിന്നെ ഇതുവരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് തന്നെ. റിസൾട്ട് അറിഞ്ഞത് ഞാൻ സ്കൂളിൽ നിന്നായിരുന്നു. ഇന്റർവെല്ല് കഴിഞ്ഞ സാറ് പറയുമ്പോഴാണ് അറിയുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ പിന്നെയുള്ള രണ്ടുപേരുടെ നല്ല പിന്നെ ഞാൻ ക്ലാസ്സിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തോ ഒരു വലിയ ഭാരം ഇങ്ങനെ ഒഴിഞ്ഞു പോയതുപോലെ ഞാൻ ആ ഓഫീസിന്റെ അവിടെ തന്നെ, ആ നിലത്ത് അവിടെ തന്നെ ഇരുന്നു പോയി. HM-നാണെങ്കിൽ കേട്ടിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോലും വിശ്വാസം വരുന്നില്ല. ഞാൻ കാണിച്ചെടുത്ത് പുള്ളിക്കാരി വന്ന് നോക്കി, ഉടനെ പറഞ്ഞു ഇതേതായാലും പാസ്സായത് നന്നായി. പുള്ളിക്കാരിക്ക് ദൈവമേ, ഭയങ്കര സങ്കടമായി. അടുത്ത HM ആയോന്ന്. എടുത്തായാലും എന്നോട് പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ HM പോസ്റ്റിന് വേണ്ടിയിട്ട് എഴുതാനൊക്കെ കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് വേണം, അതിനു വേണ്ടി ട്രൈ ചെയ്യണമെന്നൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു. എനിക്ക് അതിശയം തോന്നി. കാരണം നമുക്കൊന്നും ഒരിക്കലും കേട്ടിട്ട് കിട്ടില്ല രീതിയിലായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റവും സംസാരവും പലപ്പോഴായിട്ടും. പക്ഷെ അവരെല്ലാരും ഇന്ന് കേട്ടിട്ട് കിട്ടി. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ അവിടെ ഉള്ളവരെക്കാളും കൂടുതൽ മാർക്ക് ഇപ്പൊ എനിക്കാണെന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിലുള്ളവർക്കും പപ്പയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിള്ളേർക്കും നന്ദി പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. സോഫി ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് സോഫി ടീച്ചറിന്റെ അനിയത്തി വരെ എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു നിനക്ക് കഴിവില്ലാണ് ആ ടീച്ചറിനെ ഒന്ന് ജയിപ്പിക്കാൻ. അങ്ങനെയല്ല, തമാശ രീതി എന്നിട്ട് പറഞ്ഞാണ്. അതും ഞാൻ കേൾക്കണ്ടോ? ആ ടീച്ചർ ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചു, എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം കാത്തു, ഇനി എനിക്ക് മരിക്കാം സമാധാനത്തോടെ. അങ്ങനെയല്ല, അവരെല്ലാം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കുടുംബക്കാരെ. ഇപ്പൊ ഞാൻ ചുമ്മാ പറയുന്നില്ല, ഞാൻ കാണിക്കാം. ഇവിടെ അയൽവക്കംകാരെല്ലാരും വന്ന് എന്താ പറയാ ജിലേബി എല്ലാം കഴിച്ച് കുറച്ചുപേര് പോയി, കുറച്ചുപേര് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിക്കാം. അതെ 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 അതെ, എന്താണെങ്കിലും ആഘോഷമായി. എന്റെ ഗൂഗിൾ പേ നമ്പർ അറിയാമല്ലോ അല്ലേ? ഇവരെല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. അതാ പറഞ്ഞ, എന്റെ ഗൂഗിൾ പേ നമ്പർ അറിയാലോ അല്ലേ? അറിയാം. ചെലവ് കാശ് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാ മതി. തീർച്ചയായിട്ടും. സന്തോഷം. എന്റെ പുറകിലും ഉണ്ട് ടീച്ചർ, കണ്ട ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ടീച്ചർ തന്നെ. സി ടീച്ചറും അജിത് സാറും ബ്ലസ്സി ടീച്ചറും ഒക്കെ നമ്മുടെ എന്താ പറയുക, ഇവരുടെ നമ്മുടെ ഒരു വിദ്യാഭീതിയുടെ ഒരു ഭാഗമാണ്. ഞാൻ എപ്പോഴും വീട്ടിൽ പറയായിരുന്നു, എന്റെ അപ്പൻ എപ്പോഴും പറയും, അവർക്കൊരു അപമാനമായിട്ടായി മാറുവാണോ, ജയിക്കാൻ ഉദ്ദേശം ഇല്ലെന്ന് എപ്പോഴും ചോദിക്കും. ഓരോ തവണ പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോഴും മമ്മിയോട് പറയും ദേണ്ട വരുന്നോ നിന്റെ മോൾ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പപ്പയ്ക്കൊക്കെ ഒത്തിരി സന്തോഷം. എല്ലാരും കുടുംബക്കാരും ഫ്രണ്ട്സും എല്ലാം അറിഞ്ഞിട്ട് അത്രയും ഒരു കീറാമുട്ടി ഒരു പരീക്ഷ കടന്നു കഴിഞ്ഞല്ലോ. അതേപോലെ എന്റെ ഒപ്പം പപ്പയോട് പറയണം, ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട പയ്യനെ സഹായിക്കാനായിട്ട് അതിന്റെ ഗൂഗിൾ പേ നമ്പർ തരാം, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തേക്കാൻ പറയണം കേട്ടോ. തീർച്ചയായിട്ടും. അതേപോലെ സെബിൻ സാറ് പ്രത്യേകം പറയണമെന്നാണ്. സാറ് അമ്മയ്ക്ക് സുഖമില്ലാതെ കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പം സെബിൻ സാർ ഒത്തിരി നന്ദിയും ഒത്തിരി സങ്കടങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സെബിൻ സാറിന്റെ അമ്മയ്ക്കും പെട്ടെന്ന് സൗഖ്യമാകാൻ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും. സാറിന്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസറിന്റെ സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിൽ ഒരു സന്തോഷം വന്നപ്പോ ഒരു ദുഃഖം കൂടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ശരിയാവും. ദൈവത്തിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ, കാര്യങ്ങളൊക്കെ നടക്കും. സാറിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പരീക്ഷ ഹാളിൽ പോകുന്നതിന് മുമ്പ് ബ്ലസ് ചെയ്തിട്ടതും എന്താ പറയാ, എല്ലാ തവണയും പേടിയായിരുന്നു. പകുതി ക്വസ്റ്റ്യൻസ് വായിക്കില്ല, ശ്രദ്ധയില്ല. അത് തന്നെ നിന്റെ അഹങ്കാരം മാറ്റി, അതെ ഒരു പഠിക്ക അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് ശ്രദ്ധിച്ചെഴുത് എന്നും പറഞ്ഞ് ഓരോ അങ്ങനെ എന്തോ ആട്ടെ കടമ്പ കഴിഞ്ഞ് കിട്ടി. ഒപ്പം നിന്ന സപ്പോർട്ടായിരുന്ന ബ്ലസ്സി ടീച്ചർ, അജിത് സാറ്, ബീച്ച് ചേട്ടൻ, അഖില ടീച്ചർ, രേവതി ടീച്ചർ, വിൻസി ടീച്ചർ, ജീന ടീച്ചർ, എല്ലാരെയും നന്ദിയോടെ സ്മരിക്കുന്നു. പള്ളി കഴിഞ്ഞ് ഇപ്പോഴാണ് കുറച്ചു മുമ്പെയാണ് വന്നത്. അതാണ് ഗൂഗിൾ മീറ്റ് കയറാനും താമസിച്ച്. അജിത് സാറ് വിളിച്ചിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇല്ല പള്ളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ സാറേ. നമുക്ക് ഇവിടെ 8 മണിക്കായിരുന്നു പള്ളി കഴിഞ്ഞ് ഇറങ്ങിയത്.
പിന്നെ എല്ലാരും നാട്ടുകാരെല്ലാം വന്ന് വിഷ് ചെയ്യാൻ വേണ്ടിട്ട് തിരക്കിലാണ്, എന്താ പറയാ ബിസിയായി. അടുത്ത അതെ നമുക്ക് ഇനിയിപ്പോ ടീച്ചറിന്റെ ഇനി നമുക്ക് മറ്റേ വെറ്റിലേക്ക് എടുത്തിട്ട് ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ പറയുന്ന പോലെ മറ്റേ ഇതെടുത്തിട്ട് ഇങ്ങനെ മഷിയിട്ട് നോക്കണം. ഇല്ല, ഞാൻ ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോഴും അയൽവക്കക്കാരെയാണ് ചെടി നനയ്ക്കാൻ, പച്ചക്കറി നനയ്ക്കാൻ എല്ലാവരും ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പൊ അവരോടെല്ലാം നന്ദി പറഞ്ഞു. നമ്മളിവിടെ ഒരു കോളനി പോലെ, എന്താ പറയുക, നമ്മുടെ ഇവിടെ ഒരു 11 വീട്ടുകാരുണ്ട്. അപ്പൊ എപ്പോഴും അവരുടെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടായിരുന്നു, അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം നന്ദി പറഞ്ഞു, അവർക്കെല്ലാം ജിലേബി എല്ലാം മേടിച്ചെടുത്ത ഒരു സന്തോഷം എല്ലാം പങ്കിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത് സാറ് ഗൂഗിൾ മീറ്റ് കയറുന്നില്ലെന്ന് ഓർമ്മിച്ചു. പെട്ടെന്ന് ഞാൻ അന്നേരം തന്നെ സാറ് ഓർപ്പിച്ചതുകൊണ്ട് കേറിയതാ സാറേ. അല്ലല്ല ഉള്ളത് പറഞ്ഞതാണല്ലോ. അപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതിനും പ്രാർത്ഥിച്ചതിനും പഠിപ്പിച്ചിരിക്കുന്ന എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി. അപ്പം ഒരുപാട് പേര് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ അവസാനിപ്പിക്കാം. ഞാനൊരു 8 മണിയാകുമ്പോൾ നിങ്ങളെ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അഖില ടീച്ചറിന്റെ ലിങ്ക് എല്ലാം ഇട്ട് കൊടുത്തു. ഇന്നത്തെ ക്ലാസ് ഹലോ, എന്തോ ടീച്ചറെ പറഞ്ഞു. ഒരു കാര്യം കൂടെ ഞാനൊന്ന് അമ്മയുടെ കൊടുക്കുവാണേ. ഓ, അപ്പൊ ക്യാമറ ഓൺ ആക്കിയിട്ട് കൊടുക്ക്. അപ്പൊ അമ്മേനെ കാണാൻ. ഞങ്ങളൊരു നമസ്കാരം അമ്മേ, ഞാനാണ് ഇവരുടെ അപ്പൂപ്പൻ. എന്റെ മോന്റെ പ്രായം പോലും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. കാണുമല്ല. അതെ, എന്റെ മോന് 34 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് 31. അതമ്മ പറഞ്ഞത് ശരിയാ. എന്റെ സാറേ, എനിക്ക് ദൈവത്തിന് സാറിന് ഒരുപോലെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. ഇവളൊരു 10 പ്രാവശ്യമെങ്കിലും ഇത് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്നും നൊവേന ചൊല്ലിയിട്ടായി കിടക്കുന്ന, എങ്ങനെങ്കിലും തെറ്റ് പരീക്ഷ ഒന്ന് ജയിക്കണേ എന്ന്. സാറിന്റെ ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പം തൊട്ടാണ് ഇപ്പൊ കൂണും ഉറക്കവും ഇല്ലാതുള്ളൂ നല്ലപോലെ കിടന്ന് പഠിക്കുകയും ചെയ്തു. ഈ പ്രാവശ്യം 2 പരീക്ഷ എഴുതി. ആ 2ലും ഇവള് മറ്റേ പിള്ളേരുടെ എല്ലാം കൂടെ ഉള്ള പരീക്ഷ എഴുതി. അതിനകത്ത് നമ്മൾ ജയിച്ചിട്ടുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ അമ്മ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം ഞാനും അത് പറയും. എന്തായാലും നമ്മളെയൊക്കെ അറിയുമല്ലോ. ഇടുക്കിയിലാ ഞങ്ങളുടെ വീടും, കട്ടപ്പന രാമക്കൽമേട് പോണം. ഓ, ഇടുക്കിയിലാ എന്റെ വീടും. ഇവളെന്നോട് പറയുന്ന ഒരു കാര്യങ്ങള്, സാറിന്റെ ക്ലാസ്സും ഇതെല്ലാം എനിക്കും കുറച്ചൊക്കെ സാറിനെ പറ്റി അതുകൊണ്ട് അറിയാം. ഞാൻ ഇന്നാ നേരിട്ട് കാണുന്നത്. അല്ല, ഞാനും അങ്ങനെ, ഞാനും ഇങ്ങനെ പൊതുവെ ഒരു നാണക്കാരനായതുകൊണ്ട് ഇങ്ങനെ ക്യാമറ ഒന്നും ഓണാക്കി വരാറില്ല. എന്തായാലും സന്തോഷം അമ്മേനെ കണ്ടതില്ല. ഇനി ഞാൻ എന്തായാലും നെടുങ്കണ്ട ഭാഗത്തേക്കൊക്കെ വരുമ്പോ ഞാൻ അവിടേക്ക് വരാം. ഇച്ചിരി കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടും വരാം ഒരു ദിവസം. സാറിന്റെ വീട് എവിടെ? നെടുങ്കണ്ടമാണോ? ഇല്ല, എന്റെ വീട് രാജാക്കാട്. ഞാൻ എറണാകുളത്താണ്. ഞാൻ ഇപ്പൊ എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽ അയക്കുന്നത്. പക്ഷെ രാജാക്കാടാണ് എന്റെ അച്ഛനും അമ്മയൊക്കെ. അവിടെയായിരുന്നു എന്റെ വീട്. അന്നേരം രാമക്കൽമേട് വന്നാ മതി വിളിച്ചിട്ട്. ഓ, ഒത്തിരി നന്ദിയുണ്ട്. എങ്ങനെ പറഞ്ഞാലും ഇനി തിരിച്ചും അതുപോലെ ഒത്തിരി സന്തോഷം. കാരണം ഈ ക്യാമറയിലൊക്കെ വന്ന് ഞങ്ങളോടൊരു വാക്ക് സംസാരിക്കാൻ, പ്രത്യേകിച്ച് എന്നെയൊക്കെ ഒന്ന് പരിഗണിക്കാൻ കാണിച്ച ആ മനസ്സിന്. സാറ് പറഞ്ഞു ജോലി കളഞ്ഞിട്ട് വന്നാണ് ഇത് ചെയ്യുന്നത്. അല്ല, ശരിക്കും സത്യമാണ് ടീച്ചർ. എന്നാന്നറിയാലോ അമ്മ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അമ്മമാരാണ് എല്ലാത്തിനും ആധാരം. നമ്മളെ വീട്ടിൽ ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് തുടക്കത്തില്, നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടുകാരോടാണ്. ഈ പൈസ കിട്ടിയാൽ, ഈ ജോലി കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പൈസ ഞാൻ മാത്രമല്ല എടുക്കുന്നത്, എല്ലാവരും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനൊരു സമയം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി തരാൻ പറയണമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. തുടക്കത്തിൽ തന്നെ, ഫസ്റ്റ് ദിവസം തന്നെ. നമുക്ക് വീട്ടിൽ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കില്ല ടീച്ചറെ. കാരണം നമുക്ക് സപ്പോർട്ട് വേണം. അതായത് അത് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അനുസരിച്ചിട്ടിരിക്കും അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എഫേർട്ട്. അതാ ഇവളായ വഴി എല്ലാം കെട്ടി തൂക്കി എങ്ങനെങ്കിലും ഒന്ന് ജയിക്കണം. ഞാൻ പറഞ്ഞില്ല സാറേ, ഒരു 10 പ്രാവശ്യം എഴുതിയെന്നാ എനിക്കും തോന്നുന്നത്. 89 മാർക്ക് വരെ കിട്ടി. പിന്നെ അതിനോടെ പോയി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. സമയം ഇപ്പോഴാണ്, തമ്പുരാൻ ഇപ്പോഴാണ് ടീച്ചറിന് കൊടുക്കാനുള്ള സമയം കണ്ടുവച്ചത്. തമ്പുരാൻ ഒരു സമയം ഉണ്ടെന്ന് ഞാനും പറയും. എപ്പോഴും നമുക്ക് മോശമായിട്ട്. ഒത്തിരി നന്ദി കേട്ടോ. സാറിന് നന്ദി പറഞ്ഞു. ആയിക്കോട്ടെ. ഒരു ഉമ്മ കൊടുത്തേ. +2 കഴിഞ്ഞ് TTC കഴിഞ്ഞ് നേരെ അങ്ങ് ടെറ്റർ എഴുതിയാൽ മതി. എല്ലാം അമ്മ ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒന്ന് നേരിട്ട് കാണണം. ആയിക്കോട്ടെ, നമുക്ക് കണ്ടേക്കാം. ശരി സാർ. ഹലോ സാറേ. എന്തോ? ഞാൻ സിമി ടീച്ചറാണ്, തിരുവനന്തപുരത്ത് നിന്ന്.
ഒരുപാട് നന്ദിയുണ്ട് സാറേ. എനിക്ക് ഇത് കിട്ടിയതിൽ. ഞാൻ 2015 സർവീസിൽ കയറിയത്. അന്ന് മുതലേ എഴുതുന്നുണ്ട്. എല്ലാ പരീക്ഷയും എഴുതാറില്ല, ഇടയ്ക്കിടയ്ക്ക് എഴുതും. പക്ഷേ 82 മാർക്ക് വരെ കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് 90 മാർക്ക് ഉള്ളത് കാരണം കിട്ടിയില്ല. അപ്പം പിന്നെ ടെൻഷനായി, പിന്നെ എഴുതൂല. ഇവിടെ വീട്ടുകാരും വഴക്ക്, എല്ലാരും വഴക്കായിരുന്നു. പക്ഷേ ഇപ്പൊ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. ഇത് സ്കൂളിൽ വെച്ചാ സാറേ അറിയുന്നത്. അപ്പൊ എനിക്ക് അപ്പോഴും ഇങ്ങനെ തുള്ളി ചാടണമെന്ന് തോന്നി. പക്ഷെ ആരുമില്ല. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് നന്ദി സാറേ. വിദ്യാവീതിക്കും സാറിനും ടീമിനും എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറിന് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു. ടീച്ചർ കഴിഞ്ഞ ദിവസം ടീച്ചറിന് ക്ലാസ് തുടങ്ങിയെന്നും പറഞ്ഞു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ മേലായിരുന്നോ? ടീച്ചറിന് EVS തുടങ്ങിയതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ ബാച്ചാ, മിനിങ്ങാന്ന് തുടങ്ങിയതേ ഉള്ളൂ. അതെ പറഞ്ഞു. മിനിങ്ങാന്നാ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന്റെ മാത്സ് ക്ലാസ് ഭയങ്കര നല്ലതാ. എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാറേ. എനിക്ക് ഒരു 10ഓ 12ഓ മാർക്ക് കൂടുതൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതിന്റെ ബേസിക് എല്ലാം എനിക്ക് മനസ്സിലായി. ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഞാൻ അറിയാന്നുള്ള അധ്യാപകർക്കെല്ലാം ഞാൻ കൊടുക്കും നമ്പര് സാറിന്റെ ഇതിൽ ചേരാനായിട്ട്. ആ മേഖലയിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് എല്ലാ ടീച്ചർമാർക്കും എന്റെ അടുത്ത് ചേർന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓ ശരി സാറേ. ഇനി എറണാകുളത്ത് എങ്ങാനും വരാൻ പറ്റുവാണെങ്കിൽ സാറിനെ മീറ്റ് ചെയ്യാം. ഓ ടീച്ചർ എവിടെയാ? തിരുവനന്തപുരം? തിരുവനന്തപുരം സാറേ. നമ്മുടെ ജീന ടീച്ചറിന്റെ ഒക്കെ വീട് തിരുവനന്തപുരത്ത്. ജീന ടീച്ചർ, നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ അഖില ടീച്ചർ. ഞാൻ നാലാഞ്ചിറയാ, മാർവാനീസ് കോളേജാ. അതിന്റെ അകത്താ ഞങ്ങളുടെ സ്കൂളൊക്കെ. ഓ അപ്പൊ അങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു ദിവസം വിളിക്കാം. ശരി സാറേ, വരണം. ശരി സാറേ, താങ്ക് യു സാറേ. വളരെ നന്ദി സാറേ. പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ ആൻഡോ സാറേ പറഞ്ഞോ. ആൻഡോ സാറ് കുറെ നേരമായി ട്രൈ ചെയ്യാൻ നോക്കുന്നു. സാറേ നമസ്കാരം. ഒരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാന്ന് വിചാരിച്ചത്. എന്റെ വീട് തിരുവനന്തപുരത്താണ്, എനിക്ക് ജോലി എറണാകുളത്താണ്. എറണാകുളത്താണ് ജോലി. തൃപ്പൂണിത്തുറ. എറണാകുളം ഗേൾസ് ഉണ്ടായിരുന്നു സൗത്തില്. ഇപ്പൊ തൃപ്പൂണിത്തുറയിലോട്ട് വന്നു. ഓക്കെ. അപ്പോ ഞാനിത് ഒരു അബദ്ധത്തിലാണ്. സാറിനെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടല്ലോ. എനിക്ക് എറണാകുളത്ത് അടുത്ത അവധിക്ക് ആ സ്കൂളിൽ കുറച്ച് പേർക്ക് ടെറ്റിന്റെ കോച്ചിങ് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു തരണമല്ലോ. പിന്നെന്ത് സാറേ, അതൊക്കെ ചെയ്തുതരാം. സാറാ എന്ത് സപ്പോർട്ട് വേണം ചെയ്തുതരാം, എന്ത് വേണം ചെയ്തുതരാം. താങ്ക് യു സാറേ, താങ്ക് യു. ഞങ്ങൾ ഈ പ്രാവശ്യം എറണാകുളത്ത് വെച്ചിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ അവിടുത്തെ സാറിന്റെ നമ്പർ തരാം, വിളിച്ചു പറയാം, എന്ത് വേണം ചെയ്തുതരാം. ഓ താങ്ക് യു സാറേ, താങ്ക് യു. എന്താണ് പിന്നെ സാറേ, ഞാൻ 2012 ഫസ്റ്റ്, അതായത് ഞാൻ 2007 2009 ബാച്ചായിരുന്നു. 2012 ഞാൻ ടെസ്റ്റ് എഴുതി. അതിനുശേഷം പിന്നെ എഴുതുന്നത് 2019 ഞാൻ ഒരു സ്കൂളില് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ജോലിക്കാണ്. അപ്പൊ 2018 വരെ എന്തോ പ്രശ്നമില്ലായിരുന്നു. പിന്നീട് അത് പ്രശ്നമായി വന്നപ്പോഴാണ് ടെസ്റ്റ് വേണം നിർബന്ധമായി. അങ്ങനെ എനിക്ക് ജോലി കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2022 എനിക്ക് ജോലി കിട്ടി എറണാകുളം. ഞാൻ എന്റെ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ കയറിപ്പെട്ടു. അപ്പോ എല്ലാരും പഠിക്കുന്നുണ്ട്. എന്നാ ശരി, എല്ലാരും പഠിക്കുകയല്ലേ, അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് പഠിച്ചാൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തിന് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ കുറെ നാള് സ്വന്തമായിട്ട് പഠിച്ച് ചെയ്തുമായിരുന്നു. പിന്നെ ഒരു രക്ഷയില്ലാതെ വന്നപ്പോ എന്ത് ചെയ്തു, ഒരു ഇടുക്കിയിലുള്ള ആരുമാണ് ഒരു കോഴ്സ് നടത്തി. അപ്പൊ അത് 1000 രൂപ എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ട് 5-6 ഒരാഴ്ചത്തെ ക്ലാസ് എന്തോ ഉള്ളൂ. അതിന് ചേർന്നു. അതാണെങ്കിൽ പിന്നെ ആ ഒരാഴ്ച എന്ന് പറയുന്നത് അവിടെ കറണ്ട് കെട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ഒന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ അവസാനം ഈ കലാശക്കൊട്ടും പിന്നെ വേറെ സ്പെഷ്യൽ ക്ലാസ് ആയിട്ടാണ് ഞാൻ ഈ വിദ്യാവീതിയിലോട്ട് വരുന്നത്. അപ്പൊ അത് രണ്ടാമത്, അതായത് ഒരു 3000 രൂപയ്ക്ക് എന്തോ ആണെന്ന് തോന്നുന്നു, 3000 രൂപയാണെന്ന് തോന്നുന്നു ഫീസ്. അതിനാണ് ഞാൻ ചേരുന്നത്. അപ്പൊ ചേർന്ന് കഴിഞ്ഞപ്പോ ഇതങ്ങ് നീണ്ട് ഈ ക്ലാസ്, അതായത് പരീക്ഷ നീണ്ടിയപ്പോ പിന്നെ ഈ ക്ലാസ് നീണ്ടല്ലോ. ഞാൻ അതുവരെ എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം അതും പറ്റില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും എറണാകുളം പോയിട്ട് വരുന്ന ആളാണ്. എറണാകുളം തിരുവനന്തപുരം ഡെയിലി പോയിട്ട് വരുന്നത്. ഡെയിലി ഇപ്പൊ ഒരു 4 വർഷമായിട്ട് അതാണ് എന്റെ പരിപാടി. സത്യം, ആരും വിശ്വസിക്കില്ല. വേണാണ് എന്റെ സ്വന്തം വണ്ടിയാണ്. അപ്പൊ ഈ തിരുവനന്തപുരത്ത് എവിടെയാ? റെയിൽവേ സ്റ്റേഷന്റെ അടുത്തല്ലാണോ വീട്? ഇല്ല സാർ, അവിടെ നിന്ന് 13 കിലോമീറ്റർ ഉണ്ട്. ബാലരാമപുരത്താണ് വീട്. അയ്യോ, അപ്പൊ അത്ര അപ്പൊ എപ്പോ പോകും? 5 മണിയാകുമ്പോ സാറ് 5:45 ട്രെയിന്. 5:25 സൗത്തിൽ നിന്ന് എടുത്താലും 5:45 ആവും തൃപ്പൂണിത്തുറ വരെ. അപ്പൊ അത് കയറിയിട്ട് ഒരു 10-10:15 ആകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തും.
പിന്നെ ഒരു മാക്സിമം 20 മിനിറ്റ് എടുത്താൽ ഓടിയെത്താന്നുള്ള ദൂരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ടൊക്കെ ഓടിയെത്തുമായിരുന്നു. ജീവിതത്തിനുള്ള സന്തോഷം കൊണ്ട് ഓടും. അപ്പൊ അങ്ങനെ ഇപ്പൊ 4 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ എപ്പോ പോരും? 4:50 ആകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ എന്തിനാ സാറേ അങ്ങോട്ട് പോകുന്നേ? 2 കുഞ്ഞു പിള്ളേരുണ്ട് സാറേ. അവന്മാരാണ് ഈ 4ലും 2ലുമാണ്. അപ്പൊ അവർക്ക് ഒരാളുടെ ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വൈഫും ടീച്ചറാണ്. അപ്പൊ വൈഫ് മലപ്പുറത്ത് 5 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പോൾ 8 കൊല്ലമായി. അപ്പൊ ഇന്ന് എറണാകുളത്തേക്ക് വാങ്ങി വന്നാൽ അടുത്തൊരു പ്രൊമോഷൻ സാധ്യത നഷ്ടപ്പെട്ടാലോ എന്നുള്ളത് ഒരു ഇതുകൊണ്ട് അങ്ങനെ ആണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒയ്യോ, കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം. അപ്പൊ തിരുവനന്തപുരത്തേക്ക് ഇപ്പൊ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ഒന്നും മേടിക്കാൻ പറ്റൂല? 5 കൊല്ലം കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്നാണ് ജനറൽ ട്രാൻസ്ഫർ. അതായത് ഇന്റർ ഡിസ്ട്രിക്ട് കിട്ടണമെങ്കിൽ 5 കൊല്ലം അവിടെ ചെയ്യണം. ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ ജനുവരി ആകുമ്പോൾ 4 കൊല്ലം ആവും. അപ്പൊ 1 കൊല്ലം കൂടെ ഓടണം. 1 കൊല്ലം കൂടെ വേണം. 27 കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റൂല? കൊണ്ടുവരാൻ പറ്റും സാറേ. പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ സർവീസ് വീണ്ടും പോവില്ലേ 8 വർഷം. ഓ അല്ല, മക്കളെ അങ്ങനെ നോക്കാനും പറ്റൂല. ഓക്കെ. അതെ. അപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ദൈവാനുഗ്രഹിച്ച് ടെറ്റിന്റെ പ്രശ്നം തീർന്നു കിട്ടിയില്ല. അതിലെങ്കിലും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഏറ്റവും ഇതെന്ന് പറയുന്നത് സാറിന്റെ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയാണ് നമുക്ക് ഈ പരീക്ഷ പാസ്സാവേണ്ട ഏറ്റവും വലിയ ഘടകമായിട്ട് ഞാൻ കാണുന്നത്. അതായത് സാറ് ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ സാറ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച ആ ഫോട്ടോ ഇട്ടപ്പോൾ അപ്പൊ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് ഇത് കിട്ടുമെന്നുള്ള കാര്യം. എന്റെ കൂടെ എഴുതിയവരെല്ലാം പറഞ്ഞ് ഈ വർഷത്തെ തെറ്റ് പാടാണ്. പക്ഷെ എനിക്ക് എന്താ ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് 92 മാർക്കുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് 79 മാർക്കുണ്ട്. അന്ന് 82 മതിയായിരുന്നു. 79 കിട്ടിയിട്ട് പിന്നെ പോയ ആളാണ് ഞാൻ. പക്ഷെ എന്തായാലും ദൈവദൂതനായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. സാറിന് നല്ല വാക്കുകൊണ്ട് സാറ് അന്ന് പ്രാർത്ഥിച്ചതും പറഞ്ഞതും ഒക്കെ എന്റെ വിജയത്തിന് വേണ്ടി. അതായത് എന്റെ വൈഫിനാണ് ഏറ്റവും കൂടുതൽ ഒരു നാണക്കേട് പോലെ ഉണ്ടായിരുന്നത്. കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും ഹസ്ബൻഡ് തെറ്റിയിരിക്കുകയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ ഏതിലെങ്കിലും ഒരു കാരണത്തിൽ അവിടെ നാണം കെടുത്താൻ കിട്ടുന്ന സംഭവം അവർ കൈവിട്ടില്ല, കളഞ്ഞില്ല. അപ്പോ എന്തായാലും ദൈവാധീനം കിട്ടി. അതിന് സഹായിച്ച സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടേക്ക് വെച്ചടി കേട്ടോ. ഇതൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ആരെങ്കിലും മ്യൂച്വൽ വരാനുണ്ടോ നോക്കാൻ മേലായിരുന്നു. മ്യൂച്വലായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ആരെങ്കിലും പോരാ? ഇപ്പൊ മ്യൂച്വൽ കൊടുക്കുന്നില്ല. ഇല്ല ഇപ്പൊ കൊടുക്കുന്നില്ല. കാരണം അങ്ങനെ അങ്ങനെ വാങ്ങിച്ചു പോയിട്ട് പിന്നെ അവർ കേസിന് പോവുകയാണ് ചെയ്യുന്നത്. സർവീസിന് അവർക്ക് കിട്ടാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് എന്താണല്ലോ ഇപ്പൊ പൊക്കോണ്ടിരിക്കുവാണോ? അപ്പം അതെ. അല്ല, ഇപ്പൊ ഞാൻ ഇന്ന് പോയില്ല. ഇന്ന് ഞാൻ മറ്റേ നമ്മളെ തിരുവനന്തപുരത്ത് മറ്റേ നേവി ഡേയുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഡെമോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ലീവ് എടുത്തു സാറേ. ലീവ് എടുത്ത് നിന്നപ്പോഴാണ് ഈ സന്തോഷ വാർത്തയും കൂടെ അറിഞ്ഞത്. അപ്പൊ വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ പറ്റും. വീട്ടുകാരോടൊപ്പം ആഘോഷിക്കുകയാണ് സത്യം. അതെ. അപ്പൊ 2 പടക്കമൊക്കെ മേടിച്ച് അങ്ങോട്ട് പൊട്ടിയില്ലേ? അതെ. വലിയ സന്തോഷം സാറേ. ഓക്കെ, താങ്ക് യു സാറേ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരുപാട് സമയം അതിക്രമിച്ചെടുത്തു. ഇനി നമുക്ക് എന്താണ് ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്കിപ്പോ 9:28 എല്ലാരും പതുക്കെ പോവാൻ തുടങ്ങി. നമുക്ക് നിങ്ങളുടെ സമയം ഞാൻ ഒട്ടും കളയുന്നില്ല. നിങ്ങൾ എന്റെ ആ വാക്ക് കേട്ട് വന്ന എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ ആ സ്നേഹം, തുടർന്നും നിങ്ങളുടെ ആ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അപ്പാപ്പന്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സർവീസിലുള്ളവരോടാണേ, അല്ലാത്തവരോടല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം, ക്ലാസ് കൂടുതൽ തുടങ്ങിയ സമയത്തെ ആ കാര്യം ഒന്നും മറക്കണ്ടായേ കേട്ടോ. അല്ല അജിത്ത് സാറേ? അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം, നന്ദി. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും ടീച്ചർമാരോടും ഒക്കെ പറയുക. ഞാൻ ഈ പറഞ്ഞ പോലെ BRC ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ എല്ലാവർക്കും ടെറ്റ് വേണ്ടത് കൊണ്ട് BRC കുറെ കാര്യങ്ങൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്, കുറെ കാര്യങ്ങൾ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളെ BRC തലത്തിലൊക്കെ പറയുക. നമ്മൾ 12-ാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതിലേക്ക് മാക്സിമം ആൾക്കാരെ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു വിടുക. നമുക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ജയിച്ചവര് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ്, ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ ആൾക്കാര് നന്നായേക്കും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ, ജയിച്ചവര് പറഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെതായ വിലയുണ്ട്. നിങ്ങൾ ജയിച്ചവര് പറയുക. എന്നെ അത്യാവശ്യം എന്താ പറയുക, വിദ്യാവീതിനെ അത്യാവശ്യം ഒരു
ഒരു സ്ഥാനത്ത് നിങ്ങൾ നിർത്തുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടർന്നു പോകാൻ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി. നിങ്ങൾക്ക് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു സാർ. സാറ് എന്റെ ഒരു ഫ്രണ്ട് വിളിക്കും സാറിന് കേട്ടോ, ജിജി ടീച്ചർ എന്നാണ്. അവരിന്ന് എന്റെ നമ്പർ, സാറിന്റെ നമ്പർ ഞാൻ കൊടുത്തായിരുന്നു. ഓ, ഇപ്പോഴാ വിളിച്ചത്? ഞാൻ ഈ ക്ലാസ്സിലായതുകൊണ്ട് എടുത്തില്ല. ഞാനത് ഒരു 10-12 കോള് വന്നിട്ടുണ്ട്. ഓ ഓ ശരി സാർ. ഞാൻ ഇത് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും, എല്ലാരെയും തിരിച്ചു വിളിക്കും. ഓക്കെ ഓക്കെ. ഓ താങ്ക് യു ശരി ടീച്ചർ. സാർ. ഓക്കെ. അജിത്ത് സാർ നന്ദി.